ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ ശ്രീമദ് ഭാഗവതം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്, ജന്മാഷ്ടമി വരെ. നമ്മുടെ നാട്ടിൽ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത് അടുത്ത മാസമാണ്. പിന്നെ വൈഷ്ണവ കലണ്ടർ പ്രകാരം 16-ാം തീയതിയാണ് അഷ്ടമിനോമി ഈ മാസം. അത് കലണ്ടറിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. ഇത് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്ന വൈഷ്ണവ കലണ്ടറാണ്. അതാണ് കൂടുതൽ ആധികാരികമായത്. പക്ഷെ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ദിവസം ഏത് ദിവസവും നമുക്ക് ആഘോഷിക്കാം. അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. ആദ്യം നമ്മൾ രാമായണം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കർക്കിടക മാസമായതുകൊണ്ട്, പക്ഷേ നാളെ ബലരാമ ജയന്തിയാണ്. ബലരാമസ്വാമി നമ്മുടെ ഗുരുതത്വം, നിത്യാനന്ദത്വവും ഭഗവാൻ അവതരിച്ച ദിവസമാണ് നാളത്തെ ദിവസം. അതുകൊണ്ട് ഒരാഴ്ച അഷ്ടമി രോഹിണി വരെ, അതായത് ജന്മാഷ്ടമി വരെ നമ്മൾ ഭഗവാന്റെ ലീല ചർച്ച ചെയ്യാം. ദശമസ്കന്ധത്തിൽ നിന്നും അതിലെ ശ്ലോകങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ആ ശ്ലോകത്തിൻ്റെ വിവർത്തനത്തിനെ ബേസ് ചെയ്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും, ഭഗവാനെ സ്മരിക്കാനായിട്ട്. അതിനുശേഷം അതായത് ജന്മാഷ്ടമി കഴിഞ്ഞതിന് ശേഷം പ്രഭുപാജിയുടെ ആ ദിവസം തന്നെ പ്രഭുപാജിയുടെ ദിവസത്തിൽ നമ്മൾ പ്രഭുപാജിയെക്കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യും. എന്നിട്ട് അതിൻ്റെ പിറ്റേന്ന് നമ്മൾ രാധാറാണിയുടെ ലീലകൾ, രാധാഷ്ടമി വരെ ചർച്ച ചെയ്യുന്നത്. എന്താണ് എല്ലാവരുടെയും അഭിപ്രായം? എല്ലാവർക്കും സന്തോഷമായില്ലേ? കമൻസിൽ ടൈപ്പ് ചെയ്യും. പറ്റുന്ന ഭക്തരെല്ലാവരും ഇന്ന് തന്നെ ആശ്രമത്തിൽ വരിക. നാളെ ബലരാം ജയന്തിയാണ്. സന്തോഷത്തോടുകൂടി ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്യുക. നാളെ ഭഗവാന്റെ അഭിഷേകം നടക്കും. ബലരാമ സ്വാമിയുടെ അനുഗ്രഹം നമുക്ക് എന്തായാലും വേണം ഭക്തിയിൽ പുരോഗമിക്കാൻ. ബലരാമസ്വാമിയാണ് നമ്മുടെ ജീവിതത്തിൽ ഗുരുവിനെ നൽകുന്നത്. ബലരാമസ്വാമിയാണ് ഭഗവാനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ബലരാമസ്വാമിയുടെ അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പ്രയോജനം, അല്ലേ? അതുകൊണ്ട് ബലരാമ ജയന്തി ദിവസം, ഭഗവാൻ അവതരിച്ച ആ ദിവസം എല്ലാവരും, ബലരാം പൂർണിമ എന്നാണ് പറയുന്നത്, അത് നാളത്തെ ദിവസമാണത്. ഉച്ചയ്ക്ക് 12 മണി വരെ നിർജ്ജല വ്രതം എടുക്കുക. ഭഗവാന്റെ അഭിഷേകത്തിന് ശേഷം എല്ലാവരും ഭഗവാന്റെ പ്രസാദം കഴിക്കുക. എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? കീർത്തനം ഉണ്ടായിരിക്കും. എല്ലാവരും പങ്കെടുക്കും കേട്ടോ. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദാനന്ദന വ്രജജനരഞ്ജന യശോദാനന്ദന വ്രജജനരഞ്ജന യശോദാനന്ദന വ്രജജനരഞ്ജന യശോദാനന്ദന വ്രജജനരഞ്ജന യമുനാ തീരവനചാരി യമുനാ തീരവനചാരി ജയ കുഞ്ച ബിഹാരി ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ
Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. गोलोकेर प्रेम धना हरे राम संकीर्तन की जय। रामाचार्य श्रील हरिदास ठाकुर की, श्रील प्रभुपाद जी की जय। निताई गौर प्रेमानंद हरि हरि बोल। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयमुदीरये। अष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ॐ अज्ञानतिमिरन्दस्य ज्ञानाञ्जनशलाकाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदामह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतापदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादां सहगणललिता श्रीविशाखान्वितं च। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामिने नमः। नमाचार्यपादाय निताय कृपप्रदाय गौरकथादामदाय नगरं। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिने नमः। नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशे। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने श्रीवासवानवी देवी देदाय कृपाप्रिये कृष्णसम्बन्ध विज्ञानदायिनि प्रभवे नमः। माधुर्योज्ज्वल प्रेमाढ्य श्रीरूपानिध भक्तिदा श्रीगौरकरुणा शक्ति विग्रहाय नमोस्तुते। नमस्ते गौरवाणी श्रीमूर्ते दीनतारिणे रूपानिध विरधव सिद्धान्तद्वन्द्वहारिणे। नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्भोधे पादाम्बुजायते नमः। नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानिधवराय गौराविर्भाव भूमेस्त्वं निर्देष्ट सज्जनप्रियं वैष्णव सर्वभौम श्रीजगन्नाथ। नमो महावदन्याय कृष्णप्रेमप्रदायते कृष्णाय कृष्णचैतन्य नामिने गौरत्वसे नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपं भक्तावतारं भक्ताख्यं नमामि भक्तजनं। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोस्तुते। जयदां सुरतो पङ्गोर्मन्दमतेर्गतिमत्सर्वस्य पादाम्बुजो राधामदनमः। दिव्यवृन्दारण्यकल्पद्रुमदा श्रीमद्रत्नागार सिंहासनस्थो श्रीमद्राधा श्रीनगोविन्ददेवो प्रेष्ठारभ्य सेव्यमानस्मः। श्रीमन्दासरसारम्भीवं श्रीवरत्तरस्थिता कर्षन् वेणुस्वनिर्गोपीर्गोपीनाथस्य तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभद्र हरे कृष्ण 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 हरे राम 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 हरे हरे कृष्ण 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 हरे हरे राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनताय परमानन्दमाधवं श्रीचैतन्येश्वरं। हरि ओं तत्सत्। ചർച്ച തുടരാം. നമുക്ക് ദശമസ്കന്ധം ആദ്യത്തെ അധ്യായം. പരീക്ഷിത് മഹാരാജ് ഗുരുവായ ശുകദേവ് ഗോസ്വാമിയോട് പറയുക, ഗുരുദേവ്, അങ്ങ്
സൂര്യവംശത്തിലെയും ചന്ദ്രവംശത്തിലെയും രാജാക്കന്മാരെക്കുറിച്ചെല്ലാം വർണ്ണിച്ചു. അവരുടെ ഉയർന്ന ഗുണങ്ങളെക്കുറിച്ചും അവരുടെ സ്വഭാവങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് വർണ്ണിച്ചു. മുനിശ്രേഷ്ഠ, യദുവംശത്തിലെ രാജാക്കന്മാരെക്കുറിച്ചും അത് വർണ്ണിച്ചു. ഏറ്റവും പുണ്യാത്മാക്കളായിട്ടുള്ളവർ, എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിന്നവർ. ഇനി അങ്ങ് കാരുണ്യപൂർവം കൃഷ്ണന്റെ ലീലകൾ, ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ, യദുകുലത്തിൽ അവതരിച്ച ബലദേവനുമായിട്ട് വന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ വിസ്തൃതമായ ബലരാമസ്വാമിയായിട്ട് വന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കാൻ പറഞ്ഞു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മാവായിട്ട് കുടികൊള്ളുന്നു. എല്ലാത്തിൻ്റെയും കാരണഭൂതനാണ് അദ്ദേഹം. അദ്ദേഹം യദുകുലത്തിൽ അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ മഹത്തായിട്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും അദ്ദേഹം തുടക്കം മുതൽ ഈ ലോകത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നതുവരെ എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ അങ്ങ് വർണ്ണിച്ചു തന്നാലും കാരുണ്യപൂർവ്വം എന്ന് പറയാം. പൊതുവെ ഭഗവാനെക്കുറിച്ചൊരു ഭഗവാന്റെ ലീലകൾ അറിയണമെങ്കിൽ അത് ഗുരു പരമ്പരയിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. ഒരു ഗുരു ശിഷ്യനത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ശിഷ്യനത് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ശിഷ്യൻ അടുത്ത ശിഷ്യർക്ക് എങ്ങനെയാണ് ഭഗവാനെക്കുറിച്ച് അറിയാൻ കഴിയുക. അങ്ങനെയുള്ള കാര്യങ്ങളിൽ സന്തോഷം, താല്പര്യം തോന്നുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള താൽക്കാലിക സ്തുതികളിൽ താല്പര്യമില്ലാത്തവർക്കേ ഭഗവാന്റെ സ്തുതികളിൽ താല്പര്യം കാണും. എത്ര മനോഹരമാണല്ലേ. ഈ ലോകത്തിലുള്ള എല്ലാവരും പല ആൾക്കാരെയും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മന്ത്രിമാരെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, നടന്മാരെ, നടിമാരെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, പല പല വ്യക്തികളെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ തന്നെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. അന്നേരം ഈ ലോകത്തിലെ താൽക്കാലിക സ്തുതികളിൽ താല്പര്യം ഇല്ലാത്തവർക്കാണ് ഭഗവാന്റെ സ്തുതികളിൽ താല്പര്യം ഉണ്ടാകുന്നത്. അത് ഈ പ്രപഞ്ചത്തിലെ ഭൗതിക സൃഷ്ടിയായിട്ട് ബന്ധപ്പെടാത്ത, ഈ ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയിൽ, ആ സൃഷ്ടിയിൽ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യം കാണത്തില്ല. ഇവിടെ പറയുന്നു, ഭഗവാന്റെ ലീലകളാണ് ജനന മരണ ചക്രത്തിൽ കിടക്കുന്ന ബദ്ധാത്മാക്കൾക്ക് ഏറ്റവും ഉത്തമ ഒറ്റമൂലി. എന്നാലോചിച്ചു, അത് വീണ്ടും വീണ്ടും ജനിച്ച് മരിച്ച് ഇങ്ങനെ കഴിയുന്ന ബദ്ധാത്മാക്കൾക്ക് ഭഗവാന്റെ കഥകൾ, ഭഗവാന്റെ ലീലകൾ, അതാണ് ഏറ്റവും ഉത്തമ മരുന്ന്. കാരണം എന്താണ് നമ്മുടെ ഏറ്റവും വലിയ രോഗം? എന്താണ്? ഭവരോഗം. നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. ജനന മരണ ചക്രത്തിൽ നിന്ന് പുറത്തു വരിക, അതാണ്. നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ ഇതിനകത്തിരിക്കുന്ന ആത്മാവാണ്. നമ്മൾ ഈ രാവിലെ കണ്ണ് തുറക്കുന്ന മുതൽ കണ്ണടയ്ക്കുന്നത് വരെ നമ്മൾ ഈ ശരീരത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ അതിനുവേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരീരത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുകയാണ്. പക്ഷെ അതിലൂടെ എന്താ നമുക്ക് ലഭിക്കുന്നത്? വീണ്ടും ഒരു ശരീരം ലഭിക്കും. ആ ശരീരത്തിന് വേണ്ടി വീണ്ടും നമ്മൾ ഒരായുഷ്കാലം ചെലവഴിക്കും. വീണ്ടും ആ ശരീരം നശിക്കുന്നു, വീണ്ടും പുതിയൊരു ശരീരം ലഭിക്കുന്നു. ആ ശരീരത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു, വീണ്ടും ഒരു പുതിയ ശരീരം എടുക്കുന്നു. കലിയുഗം തുടങ്ങിയിട്ട് ഏകദേശം 5000 വർഷങ്ങളായി. എന്നിട്ട് ഈ 5000 വർഷങ്ങൾക്കിടെ നമ്മൾ എത്ര പ്രാവശ്യം ജനിച്ചു മരിച്ചു എന്ന് ചിന്തിച്ചു. ഒരു ശരാശരി 100 വർഷം നമ്മൾ ജീവിച്ചിരുന്നു എന്ന് കരുതട്ടെ, കലിയുഗം തുടങ്ങിയതിന് ശേഷം. അങ്ങനെയാണെങ്കിൽ പോലും ഒരു 50 ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു അല്ലേ. 100 വർഷം വെച്ച് 5000 വർഷമാകുമ്പോൾ 50 ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞു. ഈ 50 ജന്മങ്ങളിലും നമുക്ക് 50 ശരീരങ്ങളുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു.
നമ്മൾ ഈ ജന്മത്തിലെ ആ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് ലഭിച്ച ഈ ശരീരത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് 50ാമത്തെ ജന്മമാണ് നമ്മുടെ കലിയുഗം തുടങ്ങിയതിന് ശേഷം. 49ാമത്തെ ജന്മം നമ്മൾ ആരായിരുന്നു? 48ാമത്തെ ജന്മം നമ്മൾ ആരായിരുന്നു? 47ാമത്തെ ജന്മം, 46ാമത്തെ ജന്മം. നമ്മൾ ഈ ഒരു ജന്മത്തിലെ കുടുംബത്തെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നു. അന്നേരം ഇതിനു മുമ്പേ ഉള്ള ജന്മങ്ങളിലുള്ള കുടുംബമൊക്കെ എവിടെ പോയി? ആ ഉത്തരവാദിത്തങ്ങളൊക്കെ എവിടെ പോയി? ഇനി ഇതേപോലെ ദ്വാപരയുഗം ഒന്നാലോചിച്ചൊക്കെ, ദ്വാപരയുഗം അന്നേരം 4,32,000 വർഷമാണ് കലിയുഗത്തിൻ്റെ മൊത്തം കാലാവധി. ദ്വാപരയുഗം മാത്രം 8,64,000 വർഷമാണ്. ഇനി 8,64,000-നെ ഒരു 100 ഡിവൈഡ് ചെയ്യുക, ഹരിക്കുക. അപ്പോൾ ഹരിയെ നമുക്ക് ഓർമ്മ വരും. 8,64,000-ൽ നിന്നും 2 0 മാറ്റുക. അന്നേരം എത്രയായി? എനിക്ക് കണക്ക് ഓർക്കുമ്പോഴേ ഭ്രാന്ത് പിടിക്കുന്നു. അത്രയും ജന്മങ്ങൾ നമ്മൾ എടുത്തു. സോറി, അപ്പോൾ പിന്നെ നമ്മുടെ ആയുസ്സും കൂടുതലാണല്ലോ അല്ലേ? ഇപ്പോൾ കലിയുഗത്തിലാകുമ്പോൾ നമുക്ക് 100 വർഷം, അന്നേരം 1000 ഗുണിക്കണം. അന്നേരം 8,64,000 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 0 കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8, 6, 4 864 ജന്മങ്ങൾ. കറക്റ്റല്ലേ? ആലോചിച്ചു. കാരണം കലിയുഗത്തിലെ നമുക്ക് ഏകദേശം ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ 100 വർഷമാണ്. ദ്വാപരയുഗത്തിൽ 1000, ത്രേതായുഗത്തിൽ 10,000, സത്യയുഗത്തിൽ 1,00,000. എന്താ എല്ലാവരും ഒന്ന് എന്താ മിണ്ടാതിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കും. അന്നേരം ഇതിനോടകം തന്നെ ഈ 5000 വർഷങ്ങൾക്കിടയിൽ നമ്മൾ 50 ജന്മം കഴിഞ്ഞു. നമ്മുടെ ഇത് 50ാമത്തെ ജന്മമാണ് കലിയുഗത്തിലെ. അന്നേരം ദ്വാപരയുഗത്തിൽ 864 ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞ പക്ഷം. ഒരു 864 പ്ലസ് 50, അന്നേരം 934 ജന്മങ്ങൾ കഴിഞ്ഞു നമ്മുടെ ഇതിനോടടക്കം. ഇതേപോലെ സത്യയുഗത്തിൽ പോയാലോ, ത്രേതായുഗത്തിൽ പോയാലോ, ഇതേപോലെ സത്യയുഗത്തിൽ പോയാലോ? അന്നേരം ഈ ഒരു ചതുർയുഗത്തിൽ തന്നെ നമ്മൾ എത്ര ജന്മങ്ങൾ കഴിഞ്ഞു എന്നറിയാം. എല്ലാവരും പറയൂ, എന്തെങ്കിലുമൊക്കെ പറയൂ ഇതിനെക്കുറിച്ച്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ? നമ്മൾ ആകെ ചിന്തിക്കുന്നത് ഇപ്പോഴത്തെ ഈ ജന്മത്തെക്കുറിച്ച് മാത്രം. ഈ 50ാമത്തെ ജന്മം, കലിയുഗം തുടങ്ങിയപ്പോൾ മുതലുള്ള ജന്മം. ദ്വാപരയുഗത്തിൽ മാത്രം നമ്മൾ 864 ജന്മങ്ങൾ എടുത്തിരിക്കുന്നു. അതിൻ്റെ കണക്ക് എവിടെ പോവും? അതിൻ്റെ കണക്ക് എവിടെ പോവും? ത്രേതായുഗത്തിലെ കാര്യം എന്ത് പറയാനാണ്? സത്യയുഗത്തിലെ കാര്യം എന്ത് പറയാനാണ്? അന്നേരം ഈ സത്യയുഗത്തിന് മുമ്പേ വീണ്ടും കലിയുഗം ഉണ്ടായിരുന്നു, അതിനു മുമ്പേ ദ്വാപരയുഗം ഉണ്ടായിരുന്നു, വീണ്ടും ത്രേതായുഗം ഉണ്ടായിരുന്നു, വീണ്ടും സത്യയുഗം ഉണ്ടായിരുന്നു. അങ്ങനെ എത്രയോ യുഗങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നറിയാം. ഒരാൾ പറയുന്നത് കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. എന്ത് വലിയ അത്ഭുതമാണ് ഇത്! കഥയാണ് നമ്മുടെ. നമ്മളാകെ ചിന്തിക്കുന്ന ഇപ്പോഴത്തെ ഒരു ജന്മം, ഒരു മലയാളിയാണ് നമ്മൾ, നായരാണ്, നമ്മൾ ഈഴവരാണ്, നമ്മൾ നമ്പൂതിരിയാണ്, ഞാൻ ഒരു മലയാളിയാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരാണാണ്, പെണ്ണാണ്. ഇതാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ആത്മാവ് എത്ര ജന്മങ്ങൾ കഴിഞ്ഞു എന്നറിയാം. എത്ര ജന്മങ്ങൾ!
ഇങ്ങനെ എത്രയോ ചതുർയുഗങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി എത്ര വരാനിരിക്കുന്നു. നമുക്ക് നല്ല കഴിവും ബുദ്ധിയും ഉണ്ടെങ്കിൽ 4,32,000 വർഷവും നമുക്ക് തേക്കാം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കഷ്ടപ്പെട്ട് വീണ്ടും വീണ്ടും ജനിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ നല്ലപോലെ നമ്മൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കലിയുഗത്തിൽ തന്നെ 4,000 ഭഗവാനെ ഈ കണക്ക് 4,32,000 വർഷമാണ് കലിയുഗം. അന്നേരം ഈ ഒരു കലിയുഗത്തിൽ നമുക്ക് 4,320 ജന്മങ്ങൾ എടുക്കാൻ പറ്റും. അതിൽ നിന്ന് 50 കഴിഞ്ഞു. ഇനിയും നമുക്ക് 4,320 ജന്മങ്ങൾ ബാക്കിയുണ്ട് കലിയുഗത്തിൽ മാത്രം. ഇനി അതപ്പതിച്ച് തനിത്തറയായിട്ട് കൂതറയായിട്ട് നമുക്ക് ഇനിയും ജീവിക്കാൻ പറ്റും. സോറി ഫോർ ദ ലാംഗ്വേജ്. കൂതറ എന്ന് പറഞ്ഞാൽ കൂതറ, ഏറ്റവും തറ. ഇനിയും നമുക്ക് 4,320 ജന്മങ്ങൾ, അതിൽ 50 കഴിഞ്ഞു. അപ്പോൾ 3,970 ജന്മങ്ങൾ ഇനിയും ബാക്കിയുണ്ട് നമുക്ക്. കലിയുഗം മൊത്തം നമുക്ക് ഫിനിഷ് ചെയ്യാൻ. 3,970 ഇനിയും നമുക്ക് ജന്മങ്ങൾ എടുക്കാൻ പറ്റും. അടിപൊളിയല്ലേ? ഇതിനോടകം 50 ജന്മങ്ങൾ കഴിഞ്ഞു കലിയുഗത്തിൽ. ഇനി 3,970 ജന്മങ്ങൾ എടുക്കാൻ ബാക്കിയുണ്ട്. കിട്ടില്ലല്ലേ? അതാണ് ജീവിത വിജയം. ഇനിയുള്ള ജീവിതം എന്താവണമെന്നും പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുവായ നമ്മുടെ അവസ്ഥയെന്ന് ഒന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ പുരോഗമിച്ച് കലിയുഗം വരെ എത്തിയിട്ടുണ്ട്. ഇതുവരെയും ഭഗവാന്റെ ലോകത്തേക്ക് പോകാതെ വിടാതെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തെയും നമ്മുടെ ആസക്തികളൊക്കെ. ഇതാണ് ജീവിത വിജയം, അല്ലേ? അപ്പോൾ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ മതി, കുറേ ടൈം പാസ്സായി, ഇതിലൊന്നും ഒരർത്ഥമില്ല. യഥാർത്ഥ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ബുദ്ധിയുള്ള വ്യക്തികൾക്ക്, മന്ദബുദ്ധികൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, ബുദ്ധിയുള്ള വ്യക്തികൾക്ക്, സുമേധസ്സുകളായിട്ടുള്ള തലയ്ക്കകത്ത് ഓളമുള്ള വ്യക്തികൾ, അവർ ഭഗവാന്റെ ലീലകൾ ശ്രവിക്കും. അവർ ശ്രദ്ധയോടുകൂടി ഭഗവാന്റെ ലീലകൾ ശ്രവിക്കും. കാരണം എന്താ? ആ മരുന്ന് അകത്തോട്ട് കയറുമ്പോൾ ഇനിയൊരു ജന്മമില്ല. മതി, മടുത്തു, ഇനിയൊരു ജന്മം വേണ്ട. ഭഗവാന്റെ ലീലകൾ ശ്രവിച്ച് നേരെ ഇവിടുന്ന് പോകും ഭഗവാന്റെ ലോകത്തേക്ക്. അങ്ങനെയുള്ള ഒരു ഭക്ത പറയുന്നു, ഗുരുമാരെ കഴിഞ്ഞ ഏതെങ്കിലും ജന്മത്തിൽ ഗുരുവിനെ ലഭിച്ചിട്ടുണ്ടോ? എന്നുകൊണ്ടാവും ഈ ജന്മത്തിൽ ഗുരുവിൻ്റെ സാമീപ്യം ഉണ്ടാകുന്നത്? ഒരു ജന്മത്തിൽ ലഭിച്ചിട്ടില്ല കുട്ടി, ഒരു ജന്മത്തിൽ ലഭിച്ചിട്ടില്ല. അങ്ങനെ ജപിച്ചിരുന്നുവെങ്കിൽ ഇനി ഒരു ജന്മം ഉണ്ടാകത്തില്ല. ഗുരുവിനെ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഗുരുവിനെ സ്വീകരിച്ചിട്ടില്ല. ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ നിർദ്ദേശങ്ങളെ നമ്മൾ ഹൃദയാംഗതമായിട്ട് സ്വീകരിച്ച് നമ്മൾ ആചരിക്കുകയാണെങ്കിൽ അത് പിന്നെ അവസാനത്തെ ജന്മമാണ്. പിന്നെ നമുക്ക് അടുത്ത ജന്മമില്ല. അതിൻ്റെ അർത്ഥം ഇതുവരെയും നമ്മൾ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ തല കുനിച്ചിട്ടില്ല. അത് തന്നെയാണ് സത്യം. അഹങ്കാരികളായിട്ട് നമ്മൾ ജീവിച്ചു കുറേ കാലം. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും കള്ള ഗുരുക്കന്മാരുടെ മുമ്പിൽ പോയി കാണും. യഥാർത്ഥ ഗുരു പരമ്പരയിൽ നമ്മൾ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ ജനിക്കുന്നത്. അതായത് ഇവിടെ അങ്ങനെയുള്ള ബുദ്ധിമാനായിട്ടുള്ള വ്യക്തികൾ മതി. ഈ കലിയുഗത്തിൽ തന്നെ ഞാൻ ഇതിനോടടക്കം തന്നെ ഇത്രയും ജന്മങ്ങൾ എൻ്റെ വെറുതെ പോയി, ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിച്ചു എന്ന് അതിലൊന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലും തിരിച്ചറിയാതെ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകദേശം ഈ ജന്മത്തിൽ തന്നെ 50 വയസ്സ് മേൽ പ്രായമൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഏത് പ്രായമാണെങ്കിലും അതൊക്കെ കഴിഞ്ഞു. എന്നിട്ടും നമ്മൾ വിചാരിക്കുന്നു എന്ത്
ഇനിയും എനിക്ക് ഇത് ചെയ്യാനുണ്ട്, എനിക്ക് അത് ചെയ്യാനുണ്ട്, അടുത്ത വർഷത്തിനുള്ളിൽ ഇത് ചെയ്യണം, അടുത്ത ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, അത് ചെയ്യണം. കഴിഞ്ഞ ജന്മത്തിൽ ഇതൊക്കെ തന്നെയാണ് ചെയ്തത്, അതിന് മുമ്പത്തെ ജന്മത്തിലും ഇതൊക്കെ തന്നെ. എന്നാൽ ഈ ജന്മത്തിലും വിട്ടുകൊടുക്കത്തില്ല. ഓർക്കാൻ താല്പര്യമില്ല, ചിന്തിക്കാൻ താല്പര്യമില്ല, വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല, ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ ഇതിൽ നിന്നും ബുദ്ധി തലയ്ക്കകത്ത് ഓളമുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? മതി, തൃപ്തിയായി, ഇനി വേണ്ട, ഇനി ഭഗവാന് വേണ്ടി എൻ്റെ ജീവിതം എന്ന് ചിന്തിക്കാൻ ചങ്കുറപ്പുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? ഭഗവാന്റെ ലീലകൾ ശ്രവിക്കാൻ മഗ്നരായിട്ടിരിക്കും. ഗുരു പരമ്പരയനുസരിച്ചുള്ള ഭഗവാന്റെ ലീലകൾ ശ്രവിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഭഗവാന്റെ ലീലകൾ കേട്ടാൽ മതിയാകുമോ? എവിടെ നിന്ന്? ഒരിക്കലും മതിയാകത്തില്ല, ഒരിക്കലും മതിയാകത്തില്ല. പക്ഷേ ചില വ്യക്തികൾക്ക് താല്പര്യം തോന്നത്തില്ല. അവരെങ്ങനെയാണ്? അവര് അറവുശാലയിൽ നിൽക്കുന്ന വ്യക്തികളാണെന്ന് പറയും. എന്താ അറവുശാലയിൽ പൊതുവെ ഏതെങ്കിലും മൃഗത്തെ അറുത്തുകൊണ്ടിരിക്കും, അല്ലേ? എന്നിട്ട് ഇവര് അങ്ങനെയുള്ള വ്യക്തികൾ, ഭഗവാന്റെ ലീലകൾ ശ്രവിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അറവുശാലയിൽ നിൽക്കുന്ന ഈ എന്താ അവരുടെ പേര് പറയുന്നത്, ഈ എന്തോ അവൻ, ആ വൃത്തികെട്ടവൻ, അറവുശാലയിൽ നിൽക്കുന്ന ആ വൃത്തികെട്ടവനെ പോലെയാണ് നിൽക്കുന്നതെന്ന്. എന്നിട്ട് അവരാരെ അറുത്തുകൊണ്ടിരിക്കുന്നത്? സ്വയത്തെ അറുത്തുകൊണ്ടിരിക്കുകയാണ്. അറവുശാലയിൽ നിൽക്കുന്ന ഒരുത്തൻ മൃഗങ്ങളെ കൊല്ലുക തന്നെ വലിയ പാപമാണ്. എന്നിട്ട് സ്വന്തം വിരൽ അറച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വിരൽ കട്ട് ചെയ്തു, അടുത്ത വിരൽ കട്ട് ചെയ്തു, പിന്നെ കൈ കട്ട് ചെയ്തു. ഒന്ന് എങ്ങനെ ഇരിക്കാം? കൈ ഇങ്ങനെ കട്ട് ചെയ്ത് കൈ മൊത്തം കട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം കാലിങ്ങനെ അറുത്തുകൊണ്ടിരിക്കും, കാലും അറുത്ത്, ഒരു കാലം കറ്റ്, ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും മറ്റേ അടുത്ത കാല് വെട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു കൈയും പോയി, രണ്ട് കാലും പോയി. അവസാനം പിന്നെ ഇനി കഴുത്തും കൂടെ അങ്ങ് അറക്കാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ കശാപ്പുകാരൻ, അവൻ തന്നെ, എന്നിട്ട് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെയൊക്കെ കുത്തി അകത്തുനിന്ന് ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിരിക്കും അല്ലേ? എല്ലാ അവയവങ്ങളും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. എങ്ങനെ ഇരിക്കാം? അതേപോലെയാണ് ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്ത വ്യക്തികളുടെ അവസ്ഥ. സ്വയത്തെ അറുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നു? ഭഗവാന്റെ കാര്യത്തിൽ താല്പര്യമില്ലാത്തവർ കശാപ്പുകാരെ പോലെയാണ്. പക്ഷെ അവിടെ എന്തിനെയാണ് അറുത്തുകൊണ്ടിരിക്കുന്നത്? സ്വയത്തെ അറുത്തുകൊണ്ടിരിക്കുക. ഒരു കശാപ്പുകാരൻ സ്വന്തം ശരീരത്തെ അറക്കുന്ന പോലെ നമ്മൾ നമ്മുടെ ജീവിതം കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നില്ല, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നില്ല എങ്കിൽ ചില വ്യക്തികളുണ്ട് ഭയങ്കര സ്റ്റൈൽ, ഗുരുദേവ് എന്ത് ചെയ്യണം? സമയമില്ല. സോറി ഗുരുദേവ്, സമയമില്ല. ജപിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ സമയമില്ല. സേവനം ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാം ഉപേക്ഷിച്ച് വരേണ്ട ആഗ്രഹമുണ്ട്, സമയമില്ല, സാഹചര്യം അനുവദിക്കുന്നില്ല. അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സ്വയത്തെ അറുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരീക്ഷിത് മഹാരാജ് ഇവിടെ പറയുന്നു, ഭഗവാന്റെ തൃപ്പാദമാകുന്ന വള്ളത്തിൽ കയറി ഇരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ മുത്തച്ഛൻ അതാ ചെയ്തതെന്ന് പറഞ്ഞു. ആര്? അർജുൻ. അദ്ദേഹം എന്ത് ചെയ്തു? ഭഗവാന്റെ തൃപ്പാദമാകുന്ന വള്ളത്തിൽ കയറി ഇരുന്നിട്ട് കുരുക്ഷേത്രമാകുന്ന ആ സമുദ്രത്തെ മറികടന്നു. ഹരിയോ. അവിടെ ഭീഷ്മ പിതാമഹൻ പോലെ വലിയ തിമിംഗലങ്ങളുണ്ടായിരുന്നു. ആ വലിയ തിമിംഗലം എൻ്റെ മുത്തച്ഛനെ മെഴുങ്ങിയേനെ. പക്ഷെ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ എൻ്റെ മുത്തച്ഛനും മുത്തച്ഛൻ്റെ ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠ മുത്തച്ഛന്മാരും എല്ലാവരും ഈ സമുദ്രത്തെ ഒരു കിടാക്കുട്ടിയുടെ കാലിലെ ആ കുളമ്പിൽ എത്ര വെള്ളം കൊള്ളുമോ അത്രയും മാത്രം
അത്ര ചെറുതായി മാറി സമുദ്രം. സമുദ്രത്തെ മറികടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്രയും വലിയ സമുദ്രം വളരെ ചെറുതായി. ഒരു കുഞ്ഞു പശുക്കുട്ടിയുടെ കാൽ കുളമ്പിൽ പതിയുമ്പോൾ അതിലെത്ര വെള്ളം കൊള്ളാൻ പറ്റും അല്ലേ? ഈ മഴയത്ത് ചെളി ആകുമ്പോൾ കിടാക്കുട്ടി ഇങ്ങനെ ഓടുന്ന സമയത്തെ അന്നേരം അതിൻ്റെ ആ കാല് കൊള്ളുമ്പോൾ അവിടെ ഒരു കുഴിയാവും. അന്നേരം അതിലെത്ര വെള്ളം കൊടുക്കും? വളരെ കുറച്ച് വെള്ളമല്ലേ. നമ്മൾ ഗോശാലയിൽ വരുമ്പോൾ കാണും ഒരു പശുക്കുട്ടികൾ വളരെ കുഞ്ഞാണ്, അവരുടെ ഓടിക്കൊണ്ടിരിക്കുക. അന്നേരം അവരുടെ ആ കാല് പതിയുമ്പോൾ അവിടെ ഒരു കുഴി സൃഷ്ടിക്കപ്പെടും. അന്നേരം അതിലെത്ര വെള്ളം കൊള്ളാൻ പറ്റും? അത് മറികടക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ എളുപ്പമാണ്. അന്നേരം ഇത്രയും വലിയ സമുദ്രം അത്രയും ചെറുതായി മാറി. എന്തുകൊണ്ട്? ഭഗവാന്റെ തൃപ്പാദമാകുന്ന വള്ളത്തെ ആശ്രയിച്ചുകൊണ്ട്. എന്നിട്ട് പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അമ്മ എൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അതായത് ആര്? ഉത്തരാമാധവ്, ഉത്തരാദേവിയുടെ മകനാണല്ലോ പരീക്ഷിത്. അപ്പോൾ പരീക്ഷിത് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട അമ്മ എൻ്റെ ഭഗവാന്റെ തൃപ്പാദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്തു പറ്റി? ആ ചക്രധാരിയായ ഭഗവാനെ എൻ്റെ തൃപ്പാദത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്തു പറ്റി? അദ്ദേഹം എൻ്റെ അമ്മയുടെ ഗർഭത്തിനകത്ത് പ്രവേശിച്ചു, എന്നിട്ട് എൻ്റെ ശരീരത്തെ രക്ഷിച്ചു. ഈ കുരുവംശത്തെ അവസാനത്തെ കന്യയായ എന്നെ അദ്ദേഹം രക്ഷിച്ചു, പാണ്ഡവരെ രക്ഷിച്ചു. കാരണം അശ്വത്ഥാമാവിൻ്റെ ആ ശക്തമായിട്ടുള്ള അസ്ത്രത്തിൽ എല്ലാം തകർന്നേനെ. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ നമ്മളെല്ലാവരും രക്ഷിച്ചു. പിന്നെ ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ സർവചരാചരങ്ങളുടെയും ഉള്ളിലും പുറത്തുമുണ്ട്. ഒന്ന് കാലശക്തിയായിട്ട്, പരമാത്മാവായിട്ട്, വിരാട് രൂപമായിട്ട്. നമ്മൾ പൊതുവെ കേൾക്കാറില്ലേ, സർവചരാചരങ്ങളിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു, ഭഗവാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങത്തില്ല എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അതെങ്ങനെയാണെന്ന് ഇവിടെ പരീക്ഷിതമാരായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എങ്ങനെ? കാലശക്തിയായിട്ട്, പരമാത്മാവായിട്ട്, വിരാട് രൂപമായിട്ട്. എല്ലാവരുടെ മുമ്പിലും ഭഗവാൻ മരണമായിട്ട് വരാറുണ്ട്. പരമാത്മാവിൻ്റെ ഹൃദയത്തിലിരിക്കുന്നു. വിരാട് രൂപം പ്രപഞ്ചത്തിനെ മുഴുവൻ നിലനിർത്തുന്നു ഭഗവാൻ. അങ്ങനെ ഭഗവാൻ ഈ 3 വ്യത്യസ്ത രീതിയിൽ എല്ലാവർക്കും അനുഗ്രഹം നൽകുകയാണ്. എങ്ങനെ? മരണമായിട്ട് മുന്നിൽ വന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രിയ ഭഗവാനായിട്ട്. അതുകൊണ്ട് പരീക്ഷിത് പറയുന്നു, ഭഗവാൻ ഒന്നുകിൽ മരണമായിട്ട് വരും അല്ലേ, അല്ലെങ്കിൽ പിന്നെ ഭഗവാനായിട്ട് വന്നിട്ട് ഭക്തരെ കൊണ്ടുപോകും. എന്തായാലും ഭഗവാനെ നേരിട്ടേ പറ്റൂ എല്ലാവർക്കും. ഈശ്വരനിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും മരണത്തെ നേരിട്ടേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും ദർശനം കൊടുക്കുന്നു. ഒന്നുകിൽ മരണമായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഭഗവാനായിട്ട്. നമുക്ക് ഭഗവാന്റെ ഏത് മുഖമാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുക. അദ്ദേഹത്തെ ഭഗവാനായിട്ട് അതിസുന്ദരമായിട്ടുള്ള ആ മന്ദഹാസത്തോടു കൂടിയുള്ള ആ താമര കണ്ണുകൊണ്ടുള്ള ആ കസ്തൂരി തിലകം, അതുകൂടാതെ സുന്ദരമായിട്ടുള്ള നെറ്റിയും, ഭഗവാന്റെ ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുന്ന മുഖം, ഭഗവാന്റെ ആ സ്വർണ്ണ കിരീടവും, കോടാനുകോടി സൂര്യനെ പോലും സൂര്യനുമായിട്ട് പോലും ഉപമിക്കാൻ പറ്റാത്ത അത്രത്തോളം തേജസ്സുള്ള ഭഗവാന്റെ ആ കിരീടം, ഭഗവാന്റെ മയിൽപ്പീലി അല്ലേ, എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ മയിൽപ്പീലി, ഭഗവാന്റെ കഴുത്തിലുള്ള കൗസ്തുഭമണി, ഭഗവാന്റെ വക്ഷസ്ഥലത്തുള്ള ശ്രീവത്സം, ഭൃഗുവിൻ്റെ ആ പാദം, ഭൃഗുവിൻ്റെ പാദം പതിഞ്ഞ നെഞ്ചിൻ്റെ അവിടെ ഒരു സ്ഥലം, പിന്നെ ഭഗവാന്റെ നാഭി, ഭഗവാന്റെ ശംഖുചക്ര ഗദാപത്മത്തോടു കൂടിയുള്ള തൃക്കൈകൾ, ഭഗവാന്റെ സുന്ദരമായ പീതാംബരം, കഴുത്തിലണിഞ്ഞ വനമാല, തുളസിമാല, ഭഗവാന്റെ എല്ലാവരും കൊതിക്കുന്ന ആ തൃപ്പാദം, ചന്ദ്രന്റെ നിലാവ് പോലെ ചൂടിൽ നിന്നും ഒരു കുളിർമ നൽകുന്ന അതിസുന്ദരമായിട്ടുള്ള ഭഗവാന്റെ തൃപ്പാദത്തിലെ നഖങ്ങൾ, ഇതൊക്കെയല്ലേ നമ്മൾ കാണേണ്ടത് അല്ലേ? ആ സുന്ദരമായിട്ടുള്ള രൂപമാണോ നമുക്ക് കാണാൻ ആഗ്രഹം? അതോ ഗുരുവായൂരപ്പൻ്റെ മരണമാകുന്ന
ആ ഭീകര രൂപത്തെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് പരീക്ഷത്ത് മഹാരാജ് പറയുന്നു, എനിക്ക് അദ്ദേഹത്തിൻ്റെ ലീലകൾ ശ്രവിക്കാൻ അതീവ ആഗ്രഹം തോന്നുന്നു. എൻ്റെ പ്രിയപ്പെട്ട ശുകദേവ ഗോസ്വാമി, അങ്ങ് നേരത്തെ പറഞ്ഞിരുന്നു സംഘർഷണൻ, ഭഗവാന്റെ വിസ്തരണമായ സംഘർഷണൻ ആദ്യം രോഹിണിപുത്രനായിട്ടാണ് വന്നത്. അന്നേരം ഒരു ശരീരത്തിൽ നിന്ന് അടുത്ത ശരീരത്തിലേക്ക് മാറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആദ്യം ദേവകീപുത്രനായ ആള് പിന്നെ രോഹിണിപുത്രനായത്? ദേവകിയുടെ ഗർഭത്തിൽ നിന്നും സംഘർഷണൻ എങ്ങനെയാണ് രോഹിണിയുടെ ഗർഭത്തിലേക്ക് പോയത്? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, അങ്ങ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാവരും ആകാംക്ഷയോട് കൂടിയാണ് ജീവിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും. നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ഒന്ന് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾ ഏതൊക്കെ ഭാഷ പറഞ്ഞാലും അവർ എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത് നമുക്കറിയാൻ പറ്റും. കിളികൾ രാവിലെ ഉണർന്നവണെ കിക്കി കിക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. തീറ്റ എവിടെ, തീറ്റ എവിടെ, തീറ്റ എവിടെ, ഇതിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങളും കരയും, അമ്മക്കിളിയും കരയും. തീറ്റ എവിടെ, തീറ്റ എവിടെ, തീറ്റയിപ്പം കൊണ്ടുവരാം, തീറ്റയിപ്പം കൊണ്ടുവരാം, തീറ്റയിപ്പം കൊണ്ടുവരാം, അതിനു വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കും. പട്ടി, പൂച്ച, ഭക്ഷണം എവിടെ, ഭക്ഷണം എവിടെ, ഭക്ഷണം എവിടെ, ഭക്ഷണം എവിടെ, ഭൗ ഭൗ ഭൗ, മ്യാവ്, ഭക്ഷണം. അന്നേരം എല്ലാ ജീവജാലങ്ങളും, ഒരു ഉറുമ്പ് മുതൽ എല്ലാ പ്രാണികളും അന്വേഷിക്കുന്ന ഭക്ഷണത്തെയാണ്. രാവിലെ തുടങ്ങുന്ന അന്വേഷണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവസാനിക്കുന്നു, എന്തൊക്കെയോ കിട്ടുന്നു, അന്നത്തെ ദിവസം കഴിഞ്ഞു. മനുഷ്യർ മലയാളം സംസാരിക്കുന്നവരാണെങ്കിലും ഹിന്ദി സംസാരിക്കുന്നവരാണെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണെങ്കിലും ഈ ലോകത്തിലെ ഏത് രാജ്യക്കാരനാണെങ്കിലും നമ്പൂതിരിയായാലും ഈഴവനാണെങ്കിലും നായരാണെങ്കിലും ഏത് ആളാണെങ്കിലും ഏത് സംസ്ഥാനത്തിലെ ആളാണെങ്കിലും ആണായാലും പെണ്ണായാലും എന്താണ്? കാശ്, ഭക്ഷണം, കാശ്, ഭക്ഷണം, കാശ്, ഭക്ഷണം, കാശ്, ഭക്ഷണം, കാശ്, ഭക്ഷണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകൾ, സംസാരം, ഇത് മാത്രമേ ഉള്ളൂ. ഇന്നത്തേക്കുള്ള വകയുണ്ട്, നാളെയും മുട്ടുണ്ടാവരുത്, അതിനുവേണ്ടി സ്റ്റോക്ക് ചെയ്യുക, കാശ് സ്റ്റോക്ക് ചെയ്യുക, ആഹാരം സ്റ്റോക്ക് ചെയ്യുക. മറ്റന്നാളും മുട്ടുണ്ടാവരുത്, അതിനുവേണ്ടി കൂടുതൽ കാശ് സ്റ്റോക്ക് ചെയ്യുക, കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുക. ഒരു മാസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അത്രയും കാശ് വേണം അക്കൗണ്ടിൽ, അത്രത്തോളം ഭക്ഷണവും വേണം. ഒരു വർഷത്തേക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, അത്രത്തോളം കാശും വേണം, അത്രത്തോളം സ്റ്റോക്ക് വേണം. ഒരു 2-10 വർഷം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇനി ഞാൻ പോയാൽ എൻ്റെ മക്കൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, കൊച്ചുമക്കൾക്കുണ്ടാവരുത്. ഇത് തന്നെയല്ലേ എല്ലാവരുടെയും ജീവിതം, അല്ലേ? അതാണോ നമ്മളും ആഗ്രഹിക്കുന്നത്? മിണ്ടാപ്രാണികൾ അവർ ആ ഒരു ദിവസത്തെ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. നമ്മളാണെങ്കിലോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇത് തന്നെയാണ് എക്സ്ചേഞ്ച്. എന്നിട്ടെന്തോ വലിയ സംഭവമായിട്ട് നമ്മളെന്തോ വലിയ ബ്രഹ്മദേവനാണെന്നുള്ള രീതിയിലാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഞാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്രോക്കറാണ്, ഞാനിങ്ങനെ റിയൽ എസ്റ്റേറ്റ്, ഞാൻ അത് ഇത് ഇത് തന്നെ. തീറ്റ, കുടി, ഉറക്കം. അംബാനി ആയാലും എന്താണ്, ആരായാലും മുഖ്യമന്ത്രി ആയാലും എന്ത്, പ്രധാനമന്ത്രി ആയാലും എന്ത്, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ സംരക്ഷണം ഏറ്റെടുക്കുന്നു. ഓക്കെ, കർത്തവ്യമാണ്, ഇതാണ്. പക്ഷേ അവസാനം എന്തിലേക്കാണ് എത്തുന്നത്? എല്ലാവരും ഇതിനു വേണ്ടി തന്നെയാണ്. അപ്പം നമ്മൾ സ്വാമിമാർ ഇതിനു വേണ്ടിയല്ലേ, ഉപജീവനത്തിന് വേണ്ടിയല്ലേ? ഓക്കെ, ഭക്ഷണത്തിന് വേണ്ടി, ശരീരത്തെ നിലനിർത്താൻ ഭക്ഷണം വേണം. പക്ഷെ അത് തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെന്ന് കരുതരുത്. ചെറിയ ഉറുമ്പ് മുതൽ പക്ഷി, മൃഗാദികൾ പോലും ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് ജീവിക്കുന്നത്. അന്നേരം നമ്മൾ മനുഷ്യരും അതിനുവേണ്ടി മാത്രം ജീവിച്ചു കഴിഞ്ഞാൽ നാണക്കേടാണ്. ഈ മനുഷ്യ ശരീരത്തെ ലഭിച്ചിട്ട് അതിനെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാൻ കഴിവില്ലാതെ ഇരിക്കുന്നവരെ പോലെയാണത്. ഈ മനുഷ്യ ശരീരത്തെ ഉപയോഗിക്കേണ്ടത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ്, അല്ല തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാൻ വേണ്ടി ഉള്ളതല്ല ഈ മനുഷ്യ ശരീരം. ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ മരിക്കാൻ, ആത്മഹത്യ ചെയ്യാനല്ല ഇവിടെ പറയുന്നത്. പക്ഷെ അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിക്കാനുള്ളതല്ല ഈ ശരീരം.
ഇത് മനുഷ്യ ശരീരമാണ്. മനുഷ്യ ശരീരം മോക്ഷപ്രാപ്തിയിലേക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ്. ഈ ശരീരം കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സത്പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. എന്താണ് സത്പ്രവൃത്തി? സത്തിലേക്ക് നയിക്കുക. അസത്തിൽ നിന്നും അസതോമ സദ്ഗമയ, മൃത്യോന അമൃതം ഗമയ, തമസോമ ജ്യോതിർഗമയ. അതിനെയാണ് സത്പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മൾ തിന്നുന്നു, മറ്റുള്ളവർക്കും തീറ്റ കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല. അത് കൊടുക്കണ്ട എന്നല്ല, നമുക്ക് മാത്രം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് മറ്റുള്ളവർ പട്ടിണി കിടക്കുമ്പോൾ അവരോട് ദയ തോന്നിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മൃഗങ്ങളാണ് സ്വാർത്ഥതയിൽ ജീവിക്കുന്നത്. മനുഷ്യർക്ക് ദയ, കാരുണ്യം എല്ലാം ഉണ്ടായിരിക്കണം. മറ്റ് സഹജീവികളോട് ദയ ഉണ്ടായിരിക്കണം. എല്ലാ ജീവജാലങ്ങളോടും ദയ ഉണ്ടായിരിക്കണം. അല്ലാതെ സ്വന്തം മക്കള്, ഭർത്താവ്, ഭാര്യ, കുടുംബം എന്നുള്ള ആ ഒരു പൊട്ടക്കിണറ്റിൽ കിടക്കുക എന്നതല്ല മനുഷ്യ ജന്മത്തിൻ്റെ ലക്ഷ്യം. നമ്മൾ ഉദ്ധരിക്കുക സ്വയം. ഉദ്ധരേതാത്മനാത്മാനാത്. നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മൾ അധപ്പതിക്കാതെ സ്വയത്തെ ഉദ്ധരിക്കുക. ഉദ്ധരിച്ച് മറ്റുള്ളവരെയും ഉദ്ധരിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അപ്പോഴാണ് നമ്മൾ മനുഷ്യജന്മം സാർത്ഥകമാകുന്നത്. അപ്പോൾ ഇവിടെ പരീക്ഷിത് മഹാരാജ് പറയുന്നു, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും അന്വേഷണത്തിലാണേ. രാവിലെ മുതൽ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ, അതിനുശേഷവും അർദ്ധരാത്രിയിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീറ്റ എവിടെ? കുടി എവിടെ? ലൈംഗിക ആസ്വാദനത്തിനുള്ള അവസരങ്ങൾ എവിടെ? ഇത് തന്നെയാണ് എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ പരീക്ഷത്ത് എന്താണ് അന്വേഷിക്കുന്നത്? ഭഗവാനെ കുറിച്ചുള്ള അന്വേഷണം. ബലരാമൻ, സംഘർഷണൻ എങ്ങനെയാണ് ദേവകിയുടെ ഗർഭത്തിൽ നിന്നും രോഹിണി മാതാവിൻ്റെ ഗർഭത്തിലേക്ക്, ദേവകി അമ്മയുടെ ഗർഭത്തിൽ നിന്ന് രോഹിണി മാതാവിൻ്റെ ഗർഭത്തിലേക്ക് എങ്ങനെ പോയി? കേൾക്കുമ്പോൾ വളരെ സാധാരണമായിട്ട് നമുക്ക് തോന്നും. ഏതോ ഒരാളുടെ ഏതോ ഒരു കുട്ടിയെക്കുറിച്ച് എന്തിനാണ് ഇത്ര അന്വേഷിക്കുന്നത്? ആ കുട്ടി, അതായത് എല്ലാവരും ഇത് തന്നെയാണ് അന്വേഷിക്കുന്നത്. അവർ പ്രസവിച്ചു, ഇവർ പ്രസവിച്ചു, ഓക്കെ, അവർക്ക് കുട്ടി ജനിച്ചു, ഓക്കെ, ഇവിടെ ഇത് നടക്കുന്നു, അത് നടക്കുന്നു, എല്ലാം. അതിൽ വിഷയം വേറെയാണ്. പക്ഷെ ഇവിടെ ഭഗവാനാണ് വിഷയം. അതായത് നമ്മൾ എല്ലാവരും തിയേറ്ററിൽ പോയി നരസിംഹ സിനിമ കണ്ടു അല്ലേ? സിനിമ കാണാൻ എല്ലാവരും പോകാറുണ്ട്. ഞാൻ കുട്ടികളായിട്ട് അവിടെ പോയപ്പോൾ ഞാൻ ഒരു പയ്യ അടുത്ത് വന്നു, എന്നെക്കുറിച്ച് ചോദിച്ചു. ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവന് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ തുടങ്ങേണ്ട സമയമായി. അന്നേരം 2 തിയേറ്ററുണ്ട്. അപ്പുറത്തൊരു സ്ക്രീൻ, ഇപ്പുറത്തൊരു സ്ക്രീൻ. ഇപ്പുറത്ത് നമ്മൾ നരസിംഹ സിനിമ കാണുന്നു, ആള് ജുറാസിക് പാർക്ക് കാണാൻ പറ്റും. അന്നേരം ഞാൻ കുട്ടികളോട് പറയാം, ഇതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരു സൈഡിൽ ഭഗവാൻ, ഒരു സൈഡിൽ മായ. ജുറാസിക് പാർക്ക് കണ്ട് അടുത്ത ജന്മവും ഓന്താവാം. ഓന്തോ പല്ലിയോ പെരിച്ചാഴിയോ. ഇത് ഭഗവാനെയും പ്രഹ്ലാദനെയും കണ്ട് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് 2 സിനിമയാണ്. ഒരേ തിയേറ്ററിൽ നടക്കുന്ന 2 സ്ക്രീനിൽ 2 സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് നമ്മളെ ഉദ്ധരിക്കുക, ഒന്ന് നമ്മളെ അധപ്പതിപ്പിക്കുക. ഒന്ന് നമ്മളെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും, ഒന്ന് അധപ്പതിച്ച് ഏറ്റവും മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചു മൂടും നമ്മളെ, അല്ലേ? അന്നേരം നമുക്ക് ആരാ ആവേണ്ടത്? പ്രഹ്ലാദനാവണോ അതോ ഓന്താവണോ? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്നേരം ഇവിടെ ഇവരെന്തോ ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ വലിയ സംഭവമായിട്ട് പറയുകയാണ്. ഇതിലെന്തിരിക്കുന്നത്? കൂടാനുകൂടി ജന്മങ്ങൾ മുമ്പേ നമ്മൾ എല്ലാവരും ജുറാസിക് പാർക്കുകളാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലോജിക് ഉണ്ട് അതിനകത്ത്? അതിൻ്റെ അർത്ഥം ഭഗവാൻ അത്രയ്ക്ക് പൊട്ടനാണ്. ഇത്രയും വലിയ സൃഷ്ടി ചെയ്തിട്ട് വെറും കുറെ ഓന്തുകളെ വളർത്താൻ വേണ്ടി ഓന്തുകളുടെ വിഹാര കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു ഈ പ്രപഞ്ചം. തോന്നുന്നുണ്ടോ അങ്ങനെ? എല്ലാം ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് ഈ ഓന്തുകൾ തനിയെ ഉണ്ടായി. ഇതിൽ നമ്മളൊന്ന് ബുദ്ധി ഉപയോഗിക്കണം. പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവന്മാര് കടിച്ചാൽ പൊട്ടാത്ത കുറേ കാര്യങ്ങൾ പറയും. മനുഷ്യന് മനസ്സിലാവാത്ത രീതിയിൽ എന്തൊക്കെയോ ഒമ്പൻ സംഭവമായിട്ടൊക്കെ പറയും. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ വിചാരിക്കും, പണ്ഡിതനാണെന്ന് തോന്നുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ ഭൂലോക പൊട്ടന്മാരാണെന്നുള്ളത്. കോമൺ സെൻസ് ഇല്ലാത്ത കഴുതകളും മൊണ്ണകളുമാണ് ഇവരൊക്കെ.
ജൂറസിക് പാർക്കിന്റെ കുറെ അവശിഷ്ടങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ എന്തു പറയുന്ന മുത്തച്ഛന്മാരാണ്, പിതൃക്കളാണ്, എന്നാ പോയി തർപ്പണം ചെയ്യാൻ പറയും ഡൈനോസറുകൾക്ക്. ഇവരൊക്കെ പറയുന്നത് കറക്റ്റാണ്. നമ്മൾ കുരങ്ങന്മാർ, ഇവരെല്ലാം കുരങ്ങന്മാരുടെ വംശമാണ്, ഒരു സംശയമില്ല. കുരങ്ങന്മാരുടെ ഊന്തുകളുടെയും ജന്മങ്ങളാണ്. അതുകൊണ്ടാണ് മനുഷ്യരെ പോലെ ചിന്തിക്കാൻ കഴിയും. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ മനുഷ്യരാണ്, ഋഷിമാരുടെ പരമ്പരയാണ്. നമുക്ക് ഭാരതവർഷത്തിലെ നമ്മൾ ഭാരത വർഷവാസികളാണ്. നരനാരായണ ഋഷിയുടെ നേതൃത്വത്തിലുള്ള ആ കുലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അന്നേരം നമുക്ക് ഈ ഓന്തുകളും എന്തോ പറയുന്ന പെരിച്ചാഴിയൊന്നും ആവണ്ട, കുരങ്ങനും ആവണ്ട. കുരങ്ങ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അന്നേരം നമ്മുടെ വിഷയം അങ്ങനെ ആയിരിക്കണേ, ചിന്താഗതി അങ്ങനെ ആയിരിക്കണം. അവരന്വേഷിക്കുന്ന അതേ രീതിയിൽ നമ്മുടെ ജീവിതമാണെങ്കിൽ പിന്നെ നമ്മളും അവരുമായിട്ട് എന്താ വ്യത്യാസം? കിളികളും തീറ്റയുടെ, പട്ടികളും ഭൗ 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 തീറ്റയുടെ, പൂച്ചകളും മ്യാവ് തീറ്റയുടെ. അതുകൊണ്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, മോക്ഷപ്രാപ്തി. അഥതോ ബ്രഹ്മ ജിജ്ഞാസ. മനുഷ്യനായിട്ട് നീ പറഞ്ഞില്ലേ, ബ്രഹ്മത്തെ അന്വേഷിക്കൂ. എന്താണ് ബ്രഹ്മൻ? ഈ ഭൗതികതയിൽ കാണുന്ന വസ്തുവകകൾക്ക് അപ്പുറത്തായിട്ട് എന്തോ ഒരു വസ്തുവുണ്ട്, ഒരിക്കലും നശിക്കാത്ത, എപ്പോഴും നിലനിൽക്കുന്ന. ഈ ഭൗതിക പ്രപഞ്ചത്തിന് മാറ്റം സംഭവിക്കുമ്പോഴും മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു പരമസത്യമുണ്ട്, സത്യം പരം ധീമഹി. ആ ബ്രഹ്മത്തെ അന്വേഷിക്കുക. അതാരാണ്? പരബ്രഹ്മമായ ഗുരുവായൂരപ്പനാണ്. അദ്ദേഹത്തെ അന്വേഷിക്കൂ, അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കൂ, അദ്ദേഹത്തെക്കുറിച്ച് ബോധവാനായിട്ടിരിക്കൂ, അദ്ദേഹത്തെ സ്മരിക്കൂ ഓരോ നിമിഷവും, അദ്ദേഹത്തിന്റെ നാമം ജപിക്കൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരി ഹരി. ആ നാമമന്ത്രത്തിൽ മുഴുകൂ. അപ്പോൾ നമുക്ക് ആ ബ്രഹ്മത്തെ തിരിച്ചറിയാൻ പറ്റും. ആ ബ്രഹ്മ സംസ്പർശക അത്യന്തം സുഖമശ്നുതി. ആ ബ്രഹ്മത്തെ തൊടുമ്പോൾ ലഭിക്കുന്ന ഒരു ആനന്ദം, കോടാനുകോടി ജന്മങ്ങളിലും ലൈംഗികബന്ധം ചെയ്താൽ പോലും ലഭിക്കാത്ത ആ പരമാനന്ദമാണ് ആ ബ്രഹ്മത്തെ ഒന്ന് സ്പർശിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആ ബ്രഹ്മസുഖം, ബ്രഹ്മാനന്ദം, പരമാനന്ദം, ജഗദാനന്ദം, അതാണ് നമ്മുടെ പരബ്രഹ്മമായ ഗുരുവായൂരപ്പൻ. അദ്ദേഹത്തെയാണ് നമ്മൾ സ്മരിക്കേണ്ടത്, അദ്ദേഹത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് പരീക്ഷിത് മഹാരാജ് ഇവിടെ പറയുന്നത്. സ്വന്തത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത അറവുശാലയിൽ ഈ കശാപ്പുകാരൻ സ്വയത്തെ എങ്ങനെ അറക്കുന്നു, അതേപോലെയാണ് ഈ ലോകത്തിലുള്ളവർ ഭക്തിയിൽ താല്പര്യമില്ലാതെ ജീവിക്കുന്നത്. പട്ടികളെയും പൂച്ചകളെയും പന്നികളെയും പോലെയും ജീവിക്കുന്നു, അഴുക്കിൽ കിടന്ന് ജീവിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു അകത്ത് തലയ്ക്കകത്ത് ഓളം ഉണ്ടെങ്കിൽ അവർ നാമം ജപിക്കും. അവർക്ക് മനസ്സിലാവും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഇപ്പം അച്ഛനമ്മമാർ കുട്ടികളോടെ പഠിക്കടേ പഠിക്കുന്നു പറയും. പക്ഷെ കുട്ടികൾ പഠിക്കത്തില്ല, കാരണം അവർക്ക് മനസ്സിലായിട്ടില്ല. അവരെ തന്നെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം കുളമാവുമെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതേപോലെയാണ് ഇന്നത്തെ ആൾക്കാർ. അവർ എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്തുന്നുണ്ട്, നാമം ജപിക്കാൻ സമയമില്ല, സേവനം ചെയ്യാൻ സമയമില്ല. എന്തുകൊണ്ട്? ഇതിൻ്റെ മഹത്വം അവർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവരുടെ ജീവിതം ഇങ്ങനെ അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ പരീക്ഷിത് ഈ ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ആളാണ്. നമ്മൾ ആലോചിക്കണം, അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം കാണത്തില്ലേ, അല്ലേ? അപ്പോൾ ഇവിടെ പരീക്ഷിത് പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്തിനാണ് അച്ഛൻ്റെ വീട് വാസുദേവൻ സ്വന്തം അച്ഛൻ വാസുദേവന്റെ വീട് വിട്ടിട്ട് എന്തിനാണ് വൃന്ദാവനത്തിൽ നന്ദമഹാരാജന്റെ ഭവനത്തിൽ വന്നത്? ആ യദുകുലത്തിലെ നായകൻ എന്തിനാണ് സ്വന്തം ബന്ധുക്കളെയെല്ലാം ഉപേക്ഷിച്ച് വൃന്ദാവനത്തിൽ വന്നത്? എങ്ങനെയുണ്ട് ഈ ചോദ്യം? ആ ചോദ്യം കേൾക്കുമ്പോഴേ നമുക്ക് എത്ര ആനന്ദം വരുന്നു. കാരണം ആ ചോദ്യത്തിലെ പ്രതിപാദിക്കുന്ന വിഷയം അത്രയ്ക്ക് ആനന്ദം നൽകുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ലോകത്തിൽ നമ്മൾ പല വ്യക്തികളെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. പക്ഷേ ചർച്ച ചെയ്യേണ്ടത് ആരെക്കുറിച്ചാണോ? അദ്ദേഹത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചയിലൂടെ മാത്രമേ
നമുക്ക് നന്മയുണ്ടാവും, കേൾക്കുന്നവർക്കും നന്മയുണ്ടാവും. ഇവിടെ കോടാനുകോടി രൂപയൊക്കെ ചെലവാക്കി വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടുന്നു, AC റൂം ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിനകത്ത് വലിയ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് വലിയ പെർഫ്യൂം അടിച്ച് കോടാനുകോടി രൂപ ചെലവുള്ള കാറുകളിലൊക്കെ ട്രാവൽ ചെയ്തിട്ട് അവിടെ എത്തിയിട്ട്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? തീറ്റ, കുടി, ഉറക്കം. ഇതൊക്കെയാണ് എങ്ങനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താം. എന്നിട്ട് ഈ ഭണ്ഡാരം എപ്പോഴെങ്കിലും തൃപ്തിപ്പെടുമെന്ന് വെച്ചാൽ അതുമില്ല. അതാണ് ചർച്ച ചെയ്യുന്നത്. എങ്ങനെ കാശുണ്ടാക്കാം, ഈ കാശ് കൊണ്ട് എങ്ങനെ ഞാൻ സുഖിച്ച് അർമ്മതിച്ച് അഹങ്കരിച്ച് ജീവിക്കാം. അപ്പോൾ ഇവിടെ അതല്ല ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചോദിക്കുന്നത് എന്താണ്? എന്തിനാണ് പരമദിവ്യോത്ത പുരുഷനായ ഭഗവാൻ സ്വന്തം അച്ഛൻ്റെ വീട് വിട്ടിട്ട് നന്ദമഹാരാജന്റെ വീട്ടിൽ പോകാൻ എന്താണ് കാരണം? ഇത് ഭഗവാനല്ലേ. അന്നേരം ഭഗവാന് പോലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലേ? ഭഗവാൻ തന്നെ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ട് സ്വന്തം അച്ഛൻ്റെ വീടും സ്വന്തം ബന്ധുക്കളെയും ഈ യദുക്കളുടെ മുഴുവൻ നായകനായ ആ ഭഗവാൻ ഇതെന്താണ് സ്വന്തം വീടും വിട്ടു വൃന്ദാവനത്തിൽ പോകേണ്ട കാരണം എന്ത്? എന്നിട്ട് പരീക്ഷിച്ച് ചോദിക്കുക, ഭഗവാൻ വൃന്ദാവനത്തിലും ഉണ്ടായിരുന്നു, മധുരയിലും ഉണ്ടായിരുന്നു. ആൾ എന്തൊക്കെയാ അവിടെ ചെയ്തത്? എങ്ങനെയുണ്ട് ചോദ്യങ്ങൾ? കിടിലല്ലേ? നിങ്ങൾക്ക് രാമായണം ഓർമ്മയില്ലേ? നമ്മുടെ വാൽമീകി ഋഷി നാരദ മഹർഷി എടുത്തു, ഈ പ്രപഞ്ചത്തിൽ സർവശക്തനും സത്യസന്ധനും ധർമ്മിഷ്ഠനും ക്രോധത്താൽ നിന്നു കഴിഞ്ഞാൽ ദേവന്മാർ പോലും ഭയപ്പെടുന്നു, പക്ഷെ അതേ സമയത്ത് അഹങ്കാരമില്ല, എല്ലാവരോടും എളിമത്വമുള്ള ആ വ്യക്തി ആരാണ് എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ? അപ്പം ആ ചോദ്യം കേട്ടപ്പോ നാരദ മഹർഷി സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്താ? ആ വ്യക്തിയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിമാലയത്തിന്റെ ഏറ്റവും ഉയരങ്ങളിൽ പോയാലും സമുദ്രത്തിന്റെ ഏറ്റവും താഴ്വാരങ്ങളിൽ പോയാലും അദ്ദേഹത്തെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഹൃദയാംഗതമായിട്ട് നമ്മൾ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നു കൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റും. കാരണം ഭഗവാൻ സൂര്യനെ പോലെയാണ്. സൂര്യനെ കാണണമെങ്കിൽ നമ്മൾ അടച്ചുകൂട്ടിയിരിക്കുന്ന ആ മുറിയിൽ നിന്ന് പുറത്തു വന്ന് അദ്ദേഹം ഉദിച്ചു വരുന്ന ആ സമയത്ത് ആ ദിശയിലേക്ക് നോക്കി ആകാംക്ഷയോടെ കാത്തിരിക്കണം. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ അദ്ദേഹം നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചു വരും. നമുക്ക് അദ്ദേഹത്തെ കാണാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനും അദ്ദേഹം വരണം? നമ്മളെല്ലാം നമ്മുടെ വീടെല്ലാം അടച്ചുപൂട്ടി അകത്ത് മുറിയിൽ ഇരിക്കുകയാണ്. അത് എന്നിട്ട് നമ്മൾ പറയും എനിക്ക് ഭഗവാനെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുന്നു? നമ്മുടെ എല്ലാ മായാബന്ധനങ്ങളെ ഉപേക്ഷിച്ച് ആവശ്യമില്ലാതെ ഹൃദയത്തിലിരിക്കുന്ന എല്ലാ ചപ്പ് ചവറ് എല്ലാം കളഞ്ഞിട്ട് അദ്ദേഹം ഉദിച്ചു വരുന്ന ആ ദിശയിലേക്ക് നോക്കൂ. വേദമന്ത്രങ്ങളിൽ പറയുന്നുണ്ട്, തത് വിഷ്ണോ യത് പരമം പദം. ആ പരമോന്നത സ്ഥാനമായ ഭഗവാന്റെ തൃപ്പാദം, ഭഗവാന്റെ വൈകുണ്ഠ ലോകം ഒരു വ്യക്തിക്ക് കാണാൻ പറ്റും ഇവിടെ ഇരുന്നുകൊണ്ട്. എങ്ങനെ നമ്മൾ സൂര്യനെ കാണുന്നുവോ അതേപോലെ സത് വ്യക്തികൾക്ക് ഭഗവാന്റെ വൈകുണ്ഠത്തെ കാണാൻ പറ്റും ഇവിടെ ഇരുന്നുകൊണ്ട്. അതാണ് ആ പരമപദമായ വൈകുണ്ഠ ലോകം എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? അന്വേഷണം വേണം, ആകാംക്ഷ വേണം, ഉത്സാഹം വേണം, അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം, അത്യാഗ്രഹം വേണം. അത്യാഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴാണ്? നമുക്ക് അർഹതയില്ലാഞ്ഞിട്ടും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് അത്യാഗ്രഹമാവും. അതേപോലെ നമുക്ക് ആർക്കും അർഹതയില്ല ഭഗവാന്റെ ലോകത്ത് പോകാൻ, പക്ഷെ എന്നാലും അതിതീവ്രമായിട്ടുള്ള ആഗ്രഹം വേണം. അപ്പോൾ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, തടയാൻ പറ്റത്തില്ല ഭഗവാനെ കാണുന്നതിൽ നിന്ന്. കാരണം ഈ ശക്തി മുഴുവൻ അദ്ദേഹം തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഭഗവാൻ ഒരു ചെലന്തിയെ പോലെയാണ്. ചെലന്തി വല ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഭഗവാന്റെ ചെലന്തി വലയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാം. അതിൽ വളരെ ഫ്രീ ആയിട്ട് ഭഗവാൻ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. മനസ്സിലായില്ലേ? അതിലേത് പ്രാണി വന്നാലും അത് പെട്ടുപോകും അല്ലേ? പക്ഷേ ചെലന്തി കുഞ്ഞുങ്ങൾ ചെലന്തി വലയിൽ പെട്ടുപോകാറില്ല. അവരും ചെലന്തിയെ പോലെ തന്നെ സ്വയം ഫ്രീ ആയിട്ട് കറങ്ങി നടക്കും. അതേപോലെ ഭഗവാന്റെ നെറ്റ്വർക്കാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അത് വൈകുണ്ഠ ലോകങ്ങൾ മുതൽ ഈ ഭൗതിക ലോകം മൊത്തം. നമുക്ക് തോന്നുന്നു ഇവിടെ എല്ലാം നിരീശ്വരവാദികളാണ്, ഇതാണ് അതാണ് എന്നൊക്കെ പറയുന്നു. നിങ്ങൾ ആ നരസിംഹ സിനിമ കണ്ടില്ലേ? അതിൽ ഹിരണ്യേശ്വര ഞാനാണ് ഈശ്വരൻ അതും ഇതും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ നാരായണൻ ഇങ്ങനെ കിടക്കുന്നു. ഭഗവാന്റെ ഒരു കയ്യിലിരിക്കുകയാണ് ഹിരണ്യകശിപു ഇത്രയുമായിട്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. അതായത് ഒരു കുഗ്രാമത്തിൽ അധികം ലോകപരിചയമില്ലാത്തൊരു വ്യക്തി ഞാനൊരു പ്രധാനമന്ത്രി അംഗീകരിക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ആരെങ്കിലും ഭഗവാനെ അംഗീകരിക്കാത്തത്. ഭഗവാന്റെ റേഞ്ച് എന്തുവാണ്? ഏതെങ്കിലും ഒരു കുഗ്രാമത്തിൽ താമസിക്കുന്ന വിവരമില്ലാത്ത ഒരാള് ഞാൻ ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന ഭരണാധികാരി അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അവൻ്റെ അംഗീകാരം ആർക്ക് വേണം? അതേപോലെയാണ് നമ്മുടെ ഭഗവാൻ. അതുകൊണ്ട് നമ്മുടെ ബന്ധുമിത്രാദികളോ കൂട്ടുകാരോ ആരെങ്കിലും ഒക്കെ ഈശ്വരനെ കുറിച്ച് എന്തെങ്കിലും പറയും, നമുക്ക് അയ്യോ എൻ്റെ ഭഗവാനെ കുറ്റം പറയുന്നു. ഒരു പട്ടി ആനയെ നോക്കി കുറച്ച് ആനയ്ക്കെന്തോ ഇൻസൾട്ട് ആവും. പട്ടിക്കാണ് നാണക്കേട്. ആന തിരിഞ്ഞൊരു ചവിട്ടി കഴിഞ്ഞാൽ തീർന്നു. പട്ടിയുടെ കാര്യത്തിൽ തീരുമാനം. എന്നാൽ അതേപോലെ നമ്മുടെ ഭഗവാൻ എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ പരീക്ഷത്ത് ആ വ്യക്തിയെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഭഗവാൻ വൃന്ദാവനത്തിലും മധുരയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആൾ എന്തൊക്കെയാണ് ചെയ്തത്? പിന്നെ സ്വന്തം അമ്മാവിനെ എന്തിനു കൊന്നു? സ്വന്തം മാമനല്ലേ? ഒരു മാമനെ ഏതെങ്കിലും മരുമകൻ ഇങ്ങനെ കൊല്ലൂ? കിടിലൻ ചോദ്യങ്ങളല്ലേ? ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, രാമായണത്തിൽ സർവശക്തൻ ആരാണ്, സത്യസന്ധൻ ആരാണ്, ധർമ്മിഷ്ഠൻ ആരാണ്, അഹങ്കാരമില്ലാത്ത എളിമത്വമുള്ള ആ വീര യോദ്ധാവ് ആരാണെന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി ഇങ്ങനെ സ്തംഭിച്ച് നിന്നിട്ട് പറയുന്നത് രാമൻ. ആ സമയത്ത് നമുക്ക് എന്ത് അനുഭൂതി ഉണ്ടാവുകയോ അതേപോലെയാണ് ഇവിടെയും. കാരണം നമ്മുടെ ഗുരുവായൂരപ്പനെ കുറിച്ചാണ്, ആളുടെ ഹിസ്റ്ററിയാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ സിനിമയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ അവിടെ ഹീറോയെ കുറിച്ച് പറയുകയാണോ, നിനക്കറിയോ ഈ ഹീറോ ആരാണെന്ന്? അവൻ ഇതാണ്, അതാണ്, ഇതാണ്. അടിക്കുമ്പോ അവൻ സിംഹത്തെ പോലെയാണ്. ഈ മിക്ക തമിഴ് തെലുങ്ക് സിനിമയില് കുറെ ബിൽഡപ്പ് ഉണ്ട്. അവ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, മാടയാണ്, കോണയൊക്കെ പറഞ്ഞിട്ട് നായകൻ ഇത്രയും വലിയ ബിൽഡപ്പ് അടിക്കാൻ, കൈയടിക്കാൻ ഒരു കൂട്ടം ആൾക്കാരും വിസിലടിക്കാൻ ഒരു അമ്മമാരും അവരൊക്കെ അതാ വന്നിരിക്ക, മച്ചാൻ വന്നിരിക്ക, അണ്ണ വന്നിരിക്ക, തമിഴ് അറിഞ്ഞോട്ട് ആരൊക്കെ. എന്നിട്ട് നായകൻ എന്നിട്ട് ആൾ ഇടിക്കൊന്നും വേണ്ട, ഒന്ന് തൊട്ടാ മതി, ഉടനെ വില്ലൻ തെറിച്ചു. വില്ലനാണെങ്കിൽ 6 അടി പൊക്കോ, ഒരു 100 കിലോ വെയിറ്റും. നായകനാണ് ഇങ്ങനെ ഇരിക്കും. പക്ഷെ നായകൻ ഒന്ന് തൊട്ടാ മതി, വില്ലനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല ആൾക്കാർ. എന്നാൽ ഇത് അതേപോലുള്ള ഒരു നായകനെ കുറിച്ചല്ല പറയുന്നത്. ഇത് ഒറിജിനൽ ഹീറോ ആണ്. അതായത് ഈ സിനിമയിലൊക്കെ ഉള്ള ബിൽഡപ്പ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ കുറെ മ്യൂസിക്കും തീപ്പൊരി പാറുന്നതും അതൊക്കെ കാണിക്കുമ്പോഴാണ് ആള് ഹീറോ ആവുന്നത്. ഇവിടെ ഒന്നിന്റെ ആവശ്യമില്ല. ഒറിജിനൽ ഹീറോ, ഒറിജിനൽ നായകൻ ഗുരുവായൂരപ്പൻ അല്ലേ? നിത്യഹരിത നായകൻ ഗുരുവായൂരപ്പൻ, റിയൽ ആക്ഷൻ ഹീറോ.
ഇത് ഗുരുവായൂരപ്പൻ റിയൽ റൊമാൻറ്റിക് ഹീറോ, ഫാമിലി ഹീറോ, ഫാമിലി സൂപ്പർ. ഇന്നത്തെ കാലത്ത് ഓരോരോ സൂപ്പർ സ്റ്റാർ, കംപ്ലീറ്റ് ആക്ടർ അല്ലേ, യങ് ഇൻസ്പയറിംഗ് ആക്ടർ, യങ് ഡൈനാമിക് ആക്ടർ, യൂത്തുകളുടെ ഇൻസ്പിറേഷൻ എല്ലാം നമ്മുടെ ഗുരുവായൂരപ്പനാണ്. ആണോ അല്ലേ? അല്ലേ? ആക്ഷൻ ചെയ്യും, കോമഡി, ത്രില്ലർ, സസ്പെൻസ്, എല്ലാത്തിലും ആളും മിടുക്കനാണ്. ഡാൻസ്, അതെ, സ്റ്റൈലിഷ് സ്റ്റാർ, കറക്റ്റ്. ആളെന്ത് ചെയ്താലും സ്റ്റൈലാണ്. സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ആളുടെ ഒരു നോട്ടം, ചരിഞ്ഞുള്ള ഒരു നോട്ടം, അതൊരു സ്റ്റൈലാണ്. ആളുടെ ഇടി ഒരു സ്റ്റൈലാണ്, ആളുടെ വേഷം ഒരു സ്റ്റൈലാണ്. ഈ സ്റ്റൈൽ മന്നൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരപ്പൻ. ഇതേപോലെ ഒരു നായകൻ വേറെ ഇല്ല. 14 ലോകങ്ങളിൽ അന്വേഷിച്ചാൽ ഇല്ല, എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും നോക്കിയാലും ഇല്ല, ഒരേ ഒരു നായകനേ ഉള്ളൂ. പിന്നെ സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സുന്ദരൻ, മേക്കപ്പിന്റെ ആവശ്യമേ ഇല്ല, ഒരിക്കലും പ്രായം കൂടത്തുമില്ല, എപ്പോഴും നിത്യ യൗവനത്തിലാണെന്നുള്ളത്. പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, ഡയറ്റ് കൺട്രോളിന്റെ ആവശ്യമില്ല, എപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുമല്ലോ. ഹരേ കൃഷ്ണ. അന്നേരം ഇവിടെ ആ നായകന് വേണ്ടി ബിൽഡപ്പ് പണിയുന്നതല്ല, ഒറിജിനലി ബിൽഡപ്പാണ്. ബിൽഡപ്പിന്റെ ആവശ്യമില്ല. ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനലി ആൾ അങ്ങനെയല്ല, പക്ഷെ തള്ളി 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 എന്തോ വലുതാണെന്ന് പറഞ്ഞ് പ്രേക്ഷകരുടെ ഉള്ളിൽ എന്തോ ഒരു പ്രതീക്ഷ കുത്തി നിറയ്ക്കുക. അതായത് ഇവര് ഈ ആകെ ഇങ്ങനെ ഇരിക്കുന്ന നായകൻ വന്ന് തൊടുമ്പോൾ വില്ലന്മാർ തെറിച്ചു പോകുമ്പോൾ നമുക്കൊരു വിശ്വാസം വരണ്ടേ? അതിനു വേണ്ടിയാണ് ആദ്യം പറഞ്ഞത്, ഇവ ഇങ്ങനെയാണ്, അടിച്ച സിംഹത്തെ പോലെയാണ്, ഓടുവാണെങ്കിൽ ചീത്തെ പോലെയാണ്, എന്തു പറഞ്ഞ പിന്നെ എന്തു പറയുന്നേ, ശക്തിയുടെ കാര്യത്തിലാണ് ആനയെ പോലെയാണ്. തള്ളി മറിക്കുകയാണ്. പിന്നെ ഇടിക്കുന്നവരും പറക്കും, അടിക്കുന്നവരും പറക്കും എന്നുള്ളത്. അതായത് എല്ലാം ബെൽറ്റൊക്കെ ഇട്ടിട്ട് പൊക്കുന്നതാണ്, ക്രെയിൻ ഇട്ട് പൊക്കുന്നതാണ്. എന്നിട്ട് സ്ക്രീനിൽ അതെല്ലാം മായ്ക്കും. നമ്മൾ വിചാരിക്കും, ചാടി അടിക്കുന്നു, പറന്നടിക്കുന്നു, എന്തു അതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡ്യൂപ്ലി നായകന്മാരെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഒറിജിനൽ നായകൻ, റിയൽ ഹീറോ. അന്നേരം ഇവിടെ ചോദിക്കുവാണ്, ആ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനായ ആ ഭഗവാൻ വൃന്ദാവനത്തിലും മധുരയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആളെന്താ ചെയ്തത്? പിന്നെ എൻ്റെ ഏറ്റവും വലിയ സംശയം, സ്വന്തം അമ്മാവനെ ആരെങ്കിലും കൊല്ലുവോ? സ്വന്തം അമ്മയുടെ സഹോദരനല്ലേ? ആ ഒരു അമ്മാവനെ ആരാണ് കൊല്ലുന്നത്? അതൊരിക്കലും ശാസ്ത്രത്തിൽ പറഞ്ഞതല്ലല്ലോ. ഹരേ കൃഷ്ണ. അപ്പോ ഇന്നലെ ഞാൻ ഒരു ഭക്തനുമായിട്ട് സംസാരിക്കുന്നു, പുതിയതായിട്ട് നമ്മുടെ സത്സംഗത്തിൽ വന്ന്, കൃഷ്ണൻ ഒരു ഗുണ്ടയല്ലേ, ഗുണ്ടായുസമല്ലേ? ഞാൻ പറഞ്ഞു, കൃഷ്ണന്റെ ഒരു ഗുണ്ടായുസത്തെ കുറിച്ച് പറയേണ്ടതാണ്. അപ്പം പിന്നെ അന്നേരം ഒന്നും പറയാം. അപ്പം പറഞ്ഞ കംസനെ കൊന്നില്ലേ? അന്നേരം പറഞ്ഞ്, ഒരു 6 കുട്ടികളെ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് ഭിത്തിയിലടിച്ച് കൊല്ലുന്ന അവനെ പിന്നെ എന്ത് ഉമ്മ വയ്ക്കണം? അമ്മാവനായാലും ശരി, അപ്പനായാലും ശരി, കൊല്ലണ്ടേ? ആണോ അല്ലേ? അത് ശരി. പിന്നെ ഞാൻ പറഞ്ഞു, ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ച് ഭഗവാൻ എന്ത് കുളിസീൻ കാണാൻ വേണ്ടിയാണ്? ഗോപികമാർ ആഗ്രഹിച്ചു ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ, ഇനി പിന്നെ ഭഗവാൻ എന്ത് ചെയ്യാനാണ്? അപ്പൊ അത് ശരിയാണ്. പിന്നെ പറയാം, 16,102 ഭാര്യമാര്, ഇവരെല്ലാവരും ആഗ്രഹിച്ചു ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാൻ. അവരുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യമായിരുന്നു ഭഗവാനെ കിട്ടുന്നത്. പക്ഷെ നരകാസുരൻ വന്ന് കൊണ്ടുപോയി. ഭഗവാൻ നരകാസുരനിൽ നിന്ന് രക്ഷിക്കുക മാത്രമല്ല, അവരെ എല്ലാം സ്വീകരിച്ചു.
അവരെല്ലാം സ്വീകരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ, രാമൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ രാമൻ മര്യാദാ പുരുഷോത്തമൻ, ഭഗവാൻ കൃഷ്ണൻ ലീലാ പുരുഷോത്തമൻ. ഭഗവാൻ സ്ഥാപിച്ച എല്ലാ മര്യാദകളെയും ഭഗവാൻ തെറ്റിക്കുക എന്നുള്ളതാണ്. ഭക്തർക്ക് വേണ്ടിയും ആ ഒരു ലീലയ്ക്ക് വേണ്ടിയും സീതാദേവിയെ ഭഗവാൻ ഉപേക്ഷിച്ചു അല്ലേ? സീതാദേവിയെക്കുറിച്ച് അലക്കാരൻ പറഞ്ഞപ്പോ ഇവിടെ ഭഗവാൻ സ്വന്തം പേര് അതൊന്നും നോക്കുന്നില്ല. അതുകൊണ്ട് രാജാവും ആയില്ല, രാജാവായിട്ട് ഇരുന്നതും ഇല്ല. പക്ഷെ രാജാവ് തന്നെയാണ്. ഈ കിങ് അല്ല, കിങ് മേക്കറാണ് ഭഗവാൻ. രാമന്റെ അടുത്ത ലെവലാണ് ഭഗവാൻ കൃഷ്ണൻ. ഇതേ ആള് തന്നെയാണ് രാമൻ, അത് വേറെ കാര്യം. 1000 വിഷ്ണുവിന്റെ അപ്പുറത്താണ് ഒരു രാമൻ നിൽക്കുന്നത്. ആ രാമന്റെ അടുത്ത ലെവലിലാണ് കൃഷ്ണൻ. പക്ഷെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിഷ്ണുവിനെ മനസ്സിലാക്കാൻ തന്നെ ജന്മങ്ങൾ കഴിഞ്ഞു പോകും. ബഹുനാം ജന്മനാമന്തെ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമതി സ മഹാത്മാ സുദുർലഭം. കൂടാനുകൂടി ജന്മങ്ങൾ പോവും വിഷ്ണു ആരാണെന്ന് മനസ്സിലാക്കാം. അതിനെക്കാട്ടിയും ബുദ്ധിമുട്ടാണ് രാമനെ മനസ്സിലാക്കുന്നത്. സഹസ്രനാമ തത്തുല്യം എന്ന് പറയുന്നതിന്റെ ആവശ്യം എന്താണ്? അതായത് 1000 വിഷ്ണുവിന് തുല്യമാണ് ഒരു രാമൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാമ എന്ന് പറയുമ്പോൾ 1000 വിഷ്ണു നാമത്തിന് തുല്യമായത് എന്തുകൊണ്ട്? കാരണം 1000 വിഷ്ണുവിന് സമമാണ് ഒരു രാമൻ. 1000 വിഷ്ണുവിന്റെ പവർ ഉണ്ട് ഒരു രാമന്റെ കയ്യിൽ. 3 രാമനാമത്തിന് തുല്യമാണ് ഒരു കൃഷ്ണനാമം. 3 രാമന് സമമാണ് ഒരു ഭഗവാൻ കൃഷ്ണൻ. അതായത് രാമൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ 1/3, ഭഗവാന്റെ 1/3 ഗുണങ്ങൾ മാത്രമേ രാമനിൽ കാണിക്കുന്നുള്ളൂ. ഇനി 2 എക്സ്ട്രാ ഗുണങ്ങൾ കൃഷ്ണനിലുണ്ട്. അതാണ് ഭഗവാന്റെ മാധുര്യം. രാമനെ കുറിച്ച് കേൾക്കുമ്പോഴേ നമ്മുടെ എല്ലാ കൺട്രോളും പോകും അല്ലേ? അപ്പം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അന്നേരം ഭഗവാൻ ധർമ്മത്തിന് വേണ്ടി ആ രാജാവായിട്ട് ഇരുന്ന സമയത്തിന് സീതാദേവി വരെ ഉപേക്ഷിച്ചു ധർമ്മത്തിന് വേണ്ടി. പക്ഷെ ഭഗവാൻ കൃഷ്ണനോ 16,108 സ്ത്രീജനങ്ങൾ ആരുടെയോ കോട്ടയിൽ കഴിഞ്ഞിരുന്ന അവരെ എല്ലാവരെയും സ്വന്തം ഭാര്യയായിട്ട് സ്വീകരിക്കുകയാണ്. അവർക്കെല്ലാം പ്രത്യേകം കൊട്ടാരവും നിർമ്മിച്ചു. എന്നിട്ട് ഈ ഓരോ കൊട്ടാരത്തിലും 16,108 രൂപങ്ങളെടുത്ത് ഭഗവാൻ അവിടെ നിൽക്കുകയാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുക അല്ലേ? എന്നാലോചിച്ചു, വിഷ്ണുവിൻ്റെ കൈ കൊണ്ട് മരിച്ചാലോ രാമൻ്റെ കൈ കൊണ്ട് മരിച്ചാലോ അവിടെ ഫിനിഷ്ഡ് ആവത്തില്ല. കൃഷ്ണന്റെ സ്പർശനം കിട്ടിയാൽ ഇനിയൊരു ജന്മം ഇല്ലാതിരിക്കും. കാരണം ഇതിനു മുമ്പേ വിഷ്ണു കൊന്ന ആൾക്കാർ, രാമൻ കൊന്ന ആൾക്കാർ, അവരൊക്കെയാണ് വലിയ വലിയ രാജാക്കന്മാരായിട്ട് ദ്വാപരയുഗത്തിൽ വരുന്നത്, ഫുൾ ടീമായിട്ട്. അതാണ് ബ്രഹ്മദേവൻ പേടിച്ചത്, ദേവന്മാരും പേടിച്ചത്. അതായത് ഏതൊക്കെയോ ഗുണ്ടകളെ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അവർ ഫുൾ ഗ്യാങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു. കാലനെ വിഷ്ണു കൊന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് രാമന്റെ കൈ കൊണ്ട് പണി കിട്ടിയ, വിഷ്ണുവിന്റെ കൈ കൊണ്ട് പണി കിട്ടിയ എല്ലാവരും വന്നു ഭൂമിയിൽ. പക്ഷെ അവരുടെ ശക്തികൾ കുറെ ക്ഷയിച്ചു. പക്ഷെ എന്നാലും ശക്തിയുണ്ട് അവർക്ക്. അവരെ എല്ലാം തുടച്ചു നീക്കി നമ്മുടെ ഗുരുവായൂരപ്പൻ. എങ്ങനെയുണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ? കിടിലോ അല്ലേ? അൾട്ടിമേറ്റ് ഹീറോ. 14,000 രാക്ഷസന്മാരുടെ മുമ്പിൽ രാമൻ നിന്നപ്പോൾ നമുക്ക് എന്ത് പറ്റി? രോമാഞ്ചം വന്നു അല്ലേ?
അന്നേരം ഈ കോടാനുകൂടി അസുരന്മാരെ തീർക്കാൻ ഒരാൾ വന്നു, അതാണ് കൃഷ്ണൻ. നല്ല ഉപദേശങ്ങൾ കൊടുക്കും, അല്ലേ? അത് പ്രവർത്തിച്ചും കാണിക്കും. ആളം തൂക്കിയുള്ള സംസാരം, ബുദ്ധിപരമായിട്ടുള്ള തന്ത്രങ്ങൾ, ആ നോട്ടം, സ്നേഹം, വാത്സല്യം, എല്ലാം കംപ്ലീറ്റ്, പരിപൂർണതമ, പൂർണ്ണതയുടെ അൾട്ടിമേറ്റ്. കൃഷ്ണനിൽ ഒരു കുറവും ആർക്കും ഒരിക്കലും കാണാൻ പറ്റത്തില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം വേറൊന്നുമില്ല. അതാണ് ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ആ ഒരു അൾട്ടിമേറ്റ് ആണ് ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ടാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ. ഇതിനപ്പുറം ഒന്നുമില്ല. മത പരതരം നാന്യത്. അർജുന, നീ ഉറച്ചു വിശ്വസിക്കൂ, എനിക്കപ്പുറം വേറെ ഒന്നുമില്ല. അത് അർജുൻ തിരിച്ചറിഞ്ഞു. അങ്ങാണ് പരബ്രഹ്മം, അങ്ങാണ് പരംധാമം, അങ്ങേക്ക് അപ്പുറത്തായിട്ട് കൃഷ്ണ ഒന്നും ഇല്ലല്ലോ. ഞാൻ തിരിച്ചറിയുന്നു. ഇതാര് തിരിച്ചറിഞ്ഞോ അവർക്ക് ഇനി ഒരു ജന്മമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണ വൃന്ദാവനത്തിലും മധുരയിലും ഒക്കെ താമസിച്ചു. അവിടെ എന്തൊക്കെയാണ് ചെയ്തത്? ആൾ എന്തിനാ വന്നത്? പിന്നെ ആളെന്തിനാ കംസനെ കൊന്നത്? അമ്മാവന്മാരെ ആരെങ്കിലും കൊല്ലുവോ? അപ്പോ അടുത്ത ചോദ്യം പരീക്ഷത്തിന്റെ. എങ്ങനെയുണ്ട് പരീക്ഷത്ത് മഹാരാജന്റെ ചോദ്യം? കിടിലൻ ചോദ്യമല്ലേ? ആ ചോദ്യം കേൾക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ കറണ്ട് അടിക്കുന്നു, അല്ലേ? പരീക്ഷത്ത് മഹാരാജ് കി ജയ്. അദ്ദേഹം ആ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ നമുക്കിത് കിട്ടുമോ? ഈ നിധി കിട്ടുമോ നമുക്ക്? ശ്രീമദ് ഭാഗവതമാകുന്ന അതിലെ മൊത്തം നിധിയാണ് ഭാഗവതം. 9 സ്കന്ധവും 11ഉം 12ഉം എല്ലാം നിധിയാണ്. പക്ഷെ ആ ദശമസ്കന്ധം, ആ ഭാഗവതത്തിലെ ആ കാതലായിട്ടുള്ള ആ ഭാഗം, അത് നമുക്ക് ലഭിച്ചത് പരീക്ഷത്ത് മഹാരാജന്റെ കാരുണ്യമല്ലേ? എന്നാൽ ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് ഭൗതിക ശരീരമൊന്നും ഇല്ലല്ലോ. ഇതാണ് ഏറ്റവും വലിയ തെളിവ്. പരീക്ഷ മഹാരാജ് പറയുകയാണ്, ഭഗവാൻ ഒരിക്കലും ഒരു ഭൗതിക ശരീരം ഇല്ലല്ലോ. പിന്നെ എങ്ങനെ അദ്ദേഹം മനുഷ്യനായിട്ട് വന്നു? ശരീരം എടുക്കാതെ എങ്ങനെയാണ് ശരീരം എടുത്തത്? വൃഷ്ണികുലത്തിൽ എത്ര വർഷം അദ്ദേഹം ഉണ്ടായിരുന്നു? എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ദ്വാരകയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? അറിയണ്ടേ നായകനെ കുറിച്ച്? മഹർഷേ, അങ്ങേക്ക് കൃഷ്ണനെ കുറിച്ച് എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വിസ്തരിച്ച് അങ്ങ് ഇതിന്റെ ഉത്തരം നൽകണം. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അങ്ങയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ പരീക്ഷത്ത് മഹാരാജ് 5 ദിവസമായെന്ന് മനസ്സിലാക്കണം. 5 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒറ്റ ഇരിപ്പിരിക്കുകയാണ്. ഇനി 7ാം ദിവസം തക്ഷകൻ വരികയാണ്. അപ്പോഴാണ് പരീക്ഷത്തിന് ഇത്രയും ഉത്സാഹം. ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാം നഷ്ടപ്പെട്ടു, ഭാര്യ, കുട്ടികൾ, രാജ്യം എല്ലാം വിട്ടിട്ട് വെറും ഒരു കൗപീനം ധരിച്ചുകൊണ്ട് ഗംഗാതീരത്തിരിക്കുക ഗുരുവിന്റെ മുമ്പിൽ. അതാണ് ശിഷ്യൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഇരിക്കണം, ഭഗവാനേ എന്ന് പറഞ്ഞിരിക്കണം, അല്ലേ? ഇനി അടുത്ത് പറയുന്നുണ്ട്. കാരണം ഇതൊക്കെ ചോദിച്ചപ്പോഴേ ശുകദേവ് ഗോസ്വാമി വിചാരിച്ചാണ്, പരീക്ഷത്തെ 5 ദിവസമായിട്ട് നീ തുടർച്ചയായിട്ട് കേൾക്കുമല്ലേ, ഭക്ഷണമില്ല, ഉറക്കമില്ല, ഒന്നുമില്ല, നീ തളർന്നു കാണത്തില്ലേ? അപ്പൊ നാണ്ടേ പരീക്ഷത്തിന്റെ അടുത്ത ശ്ലോകം വരുന്നത് എന്താണ് നോക്കണേ, അത് കറക്റ്റായിട്ട് നോക്കണേ. പരീക്ഷത്ത് പറയുന്നു, ഞാൻ മരണം വരെ ജലപാനം ചെയ്യത്തില്ലെന്നൊരു പ്രതിജ്ഞ എടുത്തിരിക്കുകയോ അല്ലേ ഗുരു. ഞാൻ എൻ്റെ ജലം വിട്ടിരിക്കുകയാണ്. പിന്നെ സർവോപരി
അങ്ങയുടെ അധരപത്മങ്ങളിൽ നിന്നും ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളാകുന്ന രസായനം എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊതുവെ വിശപ്പും ദാഹവും സഹിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടൊരു കാര്യമാണ്. പക്ഷെ അങ്ങയുടെ അധരപത്മങ്ങളിൽ നിന്നും കൃഷ്ണരസായനം, കൃഷ്ണാമൃതം, ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളാകുന്ന ആ അമൃതം ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു ശുഭദേവ് ഗോസ്വാമി എനിക്ക് ആഹാരത്തെക്കുറിച്ചോ ഉറക്കത്തെക്കുറിച്ചോ കുടിക്കുന്നതിനെക്കുറിച്ചോ ഒരു താല്പര്യം തോന്നില്ല. ഇതാണ് ഭാഗവതം മനസ്സിലാക്കാനുള്ള ക്വാളിറ്റി. പൊതുവെ ഭാഗവത സപ്താഹം എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ കുടി അന്നദാനം. നല്ലതാണ്, അത് തെറ്റൊന്നുമില്ല. പക്ഷെ അതാണ് ലക്ഷ്യമെന്ന് വിചാരിക്കരുത്. 7 ദിവസം അന്നദാനം ഉണ്ടായിരിക്കും, വന്ന് കഴിക്കുക, പോവുക, അന്നദാനത്തിനായിട്ട് ഡൊണേഷൻ തരിക. എന്നിട്ട് കുട്ടികളൊക്കെ വീട്ടിൽ എടാ എന്തുവാടാ, നിന്നോട് പറഞ്ഞിട്ടില്ലേ നമ്മളിവിടെ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൽ അന്നദാനത്തിന്? നിനക്ക് നമ്മളവിടെ പോകണ്ടേ? പുറത്തു പോയി എന്തിനാ കാശ് കളയുന്നത്? നമ്മൾ അന്നദാനത്തിന് കൊടുത്തതല്ലേ. 1000 രൂപ കൊടുത്താൽ ഒരു 2000 രൂപയെങ്കിലും കഴിച്ചിട്ട് തിരിച്ചു വരണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. അമ്പല കമ്മിറ്റിക്കാർ അമ്പലത്തിന്റെ ഒരു വർഷത്തെ ചെലവിന് വേണ്ടിയായിരിക്കും ഈ അന്നദാനം എന്നൊക്കെ നടത്തുക. കാരണം ഭാഗവതം കേൾക്കാൻ താല്പര്യമില്ലേ. 12 മണിയാകുമ്പോൾ വരും, ഈ കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് തിരിക്കും. എന്നിട്ട് മുഖത്ത് ഭാഗവത്തിന്റെ ലീലകൾ പറഞ്ഞാലും ഇങ്ങനെ നിൽക്കും, ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും, ഒരനക്കും ഇല്ലാതെ. ഭാഗവതം പറയുന്നതാണ് ഇവന്മാരൊക്കെ എന്തോ പൊട്ടനാണോ അതോ റോബോട്ടാണ്? ഇത്രയും നല്ല കഥകൾ പറയുമ്പോൾ ഒന്ന് ചിരിച്ചൂടെ? ഇല്ല, ഇങ്ങനെ ഇരിക്കും. ഇനി ശ്രോതാക്കളെ ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാലോ, അപ്പം ചെറുതായിട്ട് ഇന്ന് അന്നദാനത്തിനോടൊപ്പം പായസം പ്രഥമൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഭക്ഷണം ഒരുപാട് ഭക്തരുടെ ശ്രദ്ധയ്ക്ക് ഭക്ഷണം ഒരുപാട് ബാക്കി വന്നിട്ടുണ്ട്, വേണ്ടുന്നവർക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഭാഗവതം കേട്ടാ ചിരിക്കത്തില്ല. പക്ഷെ ഇവിടെ പരീക്ഷത്ത് എന്താ പറയുന്നത്, ഈ ഭഗവാനെ കുറിച്ചുള്ള ലീലകൾ കേൾക്കാൻ അതീവ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോ പരീക്ഷത്ത് ശുഭദേവ് ഗോസ്വാമി പറഞ്ഞ, പരീക്ഷത്തെ നീ ഇപ്പോ ഇത്രയും ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഉറങ്ങാതെ ജലപാനം പോലും ഇല്ലാതിരിക്കുകയാണ്. അപ്പം പരീക്ഷത്ത് പറയുകയാണ്, കൃഷ്ണ ഭഗവത് കൃഷ്ണരസായനം, കൃഷ്ണാമൃതം അങ്ങയുടെ അധരപത്മങ്ങളിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതെന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, അതിലൂടെ എന്ത് പറ്റുന്നു, എനിക്ക് ഭക്ഷണമോ ഉറക്കമോ ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. പിന്നെ ഞാൻ പ്രതിജ്ഞ എടുത്തു, മരണം വരെ ഇനി ജലപാനം പോലും സേവിക്കത്തില്ല എന്ന്. അതാണ്, അങ്ങനെയാണ് മക്കളെ നമ്മൾ മരണം ഫേസ് ചെയ്യുന്നത്. മരിക്കാറായെന്ന് തീരുമാനിച്ചാൽ ഉറച്ച തീരുമാനത്തോടുകൂടി ഭക്ഷണവും ജലപാനം എല്ലാം ഉപേക്ഷിച്ചിട്ട് കട്ടക്കിരുന്ന ഭാഗവതം വായിക്കുക, ജപിക്കുക.
അല്ല, അയ്യോ ഞാൻ ഈ മരിക്കാൻ പോന്നെ, അയ്യോ അയ്യോ. നാണം കെട്ട മരണമായിരിക്കും. ഉണ്ടോ? നാമം ജപിക്കുക. വേദന കൊണ്ട് ചിലപ്പം പെടയും, പക്ഷെ ഓരോ വേദനയ്ക്കും കൃഷ്ണ കൃഷ്ണ ജപിക്കുക. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. SP അടിക്കുന്നല്ല, ഞാൻ ഇടയ്ക്ക് ആശുപത്രി എൻ്റെ നടുവിന് എന്തോ ഒരു പണി കിട്ടി. അവിടെ എല്ലാരും ഓടി വരും എന്റെ നിലവിളിട്ട്, കൃഷ്ണ ഗുരുവായൂർ, കൃഷ്ണ ഗുരുവായൂർ. ഭഗവാൻ വിചാരിച്ചാണ് ഇവനെ ഒന്ന് വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ഉറക്കം നാമം ചെപ്പി അത് കേട്ടിട്ടെങ്കിലും പണ്ടാരങ്ങൾ നന്നാവും. അടിയനെ ഒരു നിമിത്തമായിട്ട് ഉപയോഗിച്ചു. നമുക്ക് പൊതുവെ എല്ലാവരുടെ മുമ്പ് വെച്ചു നമ്മൾ ഓർക്കാൻ നാമം ജപിച്ച എന്ത് വിചാരിക്കുന്ന ഒരു ടെൻഷൻ കാണും. എന്നാലും നന്നായിട്ട് വേദനിക്കുമ്പോ കൃഷ്ണ എന്ന് അറിയാതെ വിളിച്ചു ഉറക്കെ ഹരേ കൃഷ്ണ. ബോധം കെടുന്നവരെ ഞാൻ ഉറക്കെ ജപിച്ചു. അതുകൊണ്ട് ഏതവസ്ഥയിലാണെങ്കിലും നന്നായിട്ട് നാമം ജപിക്കും. സന്തോഷം വരുമ്പോ സന്തോഷം കൊണ്ട് ജപിക്കുക, വേദന വരുമ്പോ വേദനയിൽ നിലവിളിക്കേണ്ടതും നാമജപത്തിലൂടെ. അയ്യോ ഗിയോ എന്ന് വിളിക്കാതെ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുക, ഉറക്കെ വിളിച്ചോളൂ. കാരണം അജാമ്പളൻ വെപ്രാളത്തിൽ നാരായണ എന്ന് വിളിച്ചുകൊണ്ടാണ് വിഷ്ണുദൂതന്മാരെത്തി. അത്രയ്ക്ക് വിളിയായിട്ട് വിളിച്ചു. അപ്പം ഭഗവാൻ ഇത് ആരുടെ, ഋഷിമാര് പോലും എന്നെ വിളിക്കാറില്ല, ആരാ ചെന്ന് നോക്ക, ഇത്രയും സ്ട്രോങ് ആയിട്ട് ആരാ എന്നെ വിളിക്കുന്നത്. അന്നേരം ആ രീതിയിലുള്ള ജപമായിരിക്കണം. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഭഗവാനിൽ ഫോക്കസ് ചെയ്യണം. ക്ലിയറായോ? അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് വന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഭഗവാന്റെ ഒരു കീർത്തനം കേട്ടാലോ? അല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രുക്മിണി ദേവി ഭഗവാനെ വിളിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട്. പണ്ട് മഹാഭാരതം സീരിയലിൽ വന്നൊരു പാട്ടാണ്. കേൾക്കാമല്ലേ? विनती सुनिए। ഇത് രുക്മിണി ദേവി കൊട്ടാരത്തിലിരുന്ന് എഴുതുന്ന ലെറ്ററാട്ടോ. നമുക്ക് നോക്കാം. Case between Janaki Udyad and Madhu. നോക്കട്ടെ, ഒരു മിനിറ്റ്. राधे जय जय माधव देवी, राधे जय जय माधव देवी,
കുലതരുണി മണ്ഡലമഹിതേ. എല്ലാവരും കാണും കേട്ടോ, നല്ല ഇതാണ് ആ സീന് നമുക്ക്. भाऊ तर प्रकाश അല്ലേ, ഇതേപോലെ നമ്മൾ ജപിക്കുന്ന ഓരോ മാലയും നമ്മുടെ ലവ് ലെറ്റർ ഭഗവാൻ വേണ്ടി. അതെല്ലാം അവിടെ എത്തുന്നുണ്ട്. എന്നിട്ട് അത് കണ്ടില്ലേ, ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുന്നു. ആ ചിരിയൊക്കെ കണ്ടില്ലേ, കള്ളച്ചിരി. ഇതേപോലെ അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട്. രുക്മിണി ദേവി ലെറ്റർ അയച്ചു, അത് ഭഗവാന്റെ അടുത്ത് കിട്ടി, ഭഗവാൻ അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രുക്മിണി ദേവിക്ക് അറിഞ്ഞുകൂടാ ഭഗവാന്റെ അടുത്ത് കിട്ടിയോ ഇല്ലയോ എന്ന്. അല്ലേ, നമ്മൾ ജപിക്കുന്ന ഓരോ മന്ത്രവും ആൾക്ക് നമ്മുടെ ഫീലിങ്സ് അറിയാം. അതുകൊണ്ട് ഉറക്കൊന്നും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അങ്ങനെയല്ല ജപിക്കേണ്ടത്. രുക്മിണി ദേവി കണ്ടില്ല എങ്ങനെ ലെറ്റർ എഴുതി, എന്തോ ഒരു പാട്ട്